കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ സായങ്കാല സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ഈ ആരാധനാലയത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാനായിട്ട് ഒരുക്കിയ ഈ വിലയേറിയ നിമിഷങ്ങൾക്കായിട്ട് ദൈവസന്നിധി നമുക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടായിരിക്കാം. കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചന പഠനത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതിനാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. ദൈവവചനം മനസ്സിലാക്കുവാനും പഠിക്കുവാനുമാണ് പ്രത്യേകിച്ച് ദൈവമക്കളാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ദാസൻ ജോൺ പി തോമസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പല സഭകളിൽ നിന്നുള്ള സഹോദരന്മാർ ആരാധന സംബന്ധിച്ചു. വരുന്ന കർത്താവിന് വെച്ചാൽ വരുന്ന 3 ഞായറാഴ്ചകളിലും കർത്താവിൻ്റെ ദാസൻ നമ്മുടെ കൂടെ കർത്താവിനെ ആരാധിക്കാനായിട്ടുണ്ട്. ഈ മീറ്റിംഗ് ദീർഘനാളുകൾക്ക് മുമ്പ് നടത്താൻ ആഗ്രഹിച്ചതാണ്. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ഓസ്ട്രേലിയയിൽ പോയി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതി ഇംഗ്ലീഷിൽ. അതിനുശേഷം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 2 അടിച്ച കോപ്പികൾ മുഴുവൻ കഴിഞ്ഞു. ഇവിടെ അനൗൺസ് ചെയ്ത് തരാൻ ഇപ്പോൾ കോപ്പികളില്ലാത്ത സിറ്റുവേഷനായി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ദീർഘനാളുകളായിട്ട് കർത്താവിൻ്റെ ദാസൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണവും മരണാനന്തര ജീവിതവും അത് ബൈബിളിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള വിഷയമാണ് എന്നോട് സംസാരിക്കുന്നത്. മരണത്തിന് സമയഭേദങ്ങളില്ല, ജാതി വർഗ വ്യത്യാസമില്ല. ഏത് മനുഷ്യനും എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. അതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും. ബൈബിൾ പറയുന്നു, മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ, മരണാനന്തര ജീവിതമുണ്ടോ, ജീവിതമുണ്ടെങ്കിൽ അത് എങ്ങനെ ചെലവഴിക്കാം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കും. അതിനു മുമ്പായിട്ട് 2 പേര് പ്രാർത്ഥന നമ്മെ നയിക്കും. ആദ്യമായിട്ട് തൃശ്ശൂർ ലാലൂർ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിൻ്റെ എൽഡറായിരിക്കുന്ന CJ വർഗീച്ചാൻ പ്രാർത്ഥന ആദ്യം നമ്മെ നയിക്കും. അതിനുശേഷം നെല്ലിക്കുന്ന് സിയോൻ ബ്രദറൻ ചർച്ചിലെ എൽഡർമാരിൽ ഒരാളായിരിക്കുന്ന തിമി ആഡംസ്, കർത്താവിൻ്റെ ദാസൻ തിമി ആഡംസ് നമ്മളെ പ്രാർത്ഥന നയിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് 2020 ഡിസംബർ മാസം 23 ഇന്ന് 30-ാം തീയതി അടുത്ത മീറ്റിംഗ്. അതിനുശേഷം ഡിസംബർ 7-ാം തീയതി, നവംബർ മാസം 30-ാം തീയതി ഒരു അടുത്ത ആഴ്ച, ഡിസംബർ 7-ാം തീയതി 14-ാം തീയതിയും ഈ 2-3 ഞായറാഴ്ചകളും കൂടി അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് തുടരുന്നതായിരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥന നമ്മെ നയിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രിയപുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഈ സായം സന്ധ്യയിൽ ഈ മനോഹരമായ ഹാൾ കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ അതുല്യമായ സമയത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കിന്ന് പകൽക്കാലം വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പനിടയാക്കി അതിനുശേഷമായിട്ട് ശാന്തമായ കർത്താവിൻ്റെ പാദപീടെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വരുവാനും തിരുവചനം പഠിക്കുവാനും തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനമില്ലായകയാൽ ജനം തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണത്. കർത്താവായ വചനം ധാരാളമായിട്ട് പഠിച്ച് അതിൻ്റെ നന്മകളും അതിൻ്റെ ഭാവി അനുഭവങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൻ സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ചൊല്ലണം. പരിശുദ്ധാത്മ നിയോഗിതമായിട്ട് വചനം സംസാരിപ്പന്നൊക്കെ ദിവ്യനടയാളും ശരീരാരോഗ്യ സൗഖ്യം കർത്താവ് ധാരാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന കേൾവിക്കാരായ എല്ലാ ബഹുമാന്യരായ സഹോദരന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം. വചനം കേട്ട് കർത്താവ് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ ആത്മധൈര്യത്തെ ജീവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെടുക്കുന്ന വിഷയം തുടർവായിക്കുന്ന ആഴ്ചകളും കർത്താവ് പഠിപ്പാനുള്ളതായ ദൈവകൃപ ഞങ്ങളുടെ മേൽ ധാരാളം അടിച്ചൊരിയണം. കർത്താവ് എല്ലാ മാധ്യമങ്ങളും നന്നായിട്ട് പ്രവർത്തിപ്പാൻ തക്കണം. ഇതിനെ സഹായിക്കണം. മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാനിടയായി വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടതായ സ്വർഗീയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകണം. വചനം പഠിച്ച് ധന്യരായി കർത്താവെ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച് ഞങ്ങളുടെ ആത്മജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കണം. ദിവ്യനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്തിരിക്കുന്ന എല്ലാ നന്മയ്ക്കാട് നന്ദി പറയുന്നു. വിശേഷാൽ ഇവിടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസനും ദൈവവിശ്വാസികൾക്കാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിയും സർവ്വസഭ ഏറ്റവും അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകാൻ കർത്താവ് പ്രസാദിക്കണം. ചെയ്തിരിക്കുന്ന എല്ലാ നന്മയ്ക്കാണ് നന്ദി. ക്ലാസ്സിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ വിലയേറിയ പരിപാലനം ഉണ്ടായിരിക്കണം. പ്രാർത്ഥന കേട്ടല്ലോ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വിലപ്പെട്ട സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ളതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവ്, മഹത്വം അണിഞ്ഞവനും മഹത്വത്തിന് യോഗ്യനായ കർത്താവെ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ തിരഞ്ഞെടുത്തു, വിളിച്ചു, വേർതിരിച്ചു, അങ്ങയുടെ മക്കളാക്കി തീർത്ത ദൈവകൃപയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. ഒരു കണ്ണും ഞങ്ങളോട് കരുണ കാണിച്ചില്ല, ആദരിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ മുഖത്തെ അവിടുന്ന് ആദരിച്ചതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമക്കളെന്നുള്ള പദവി
ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുവാൻ സ്വാതന്ത്ര്യം കൃപാസനം തുറന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് ജീവനുള്ള സത്യ ദൈവമാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇത് ജീവന്റെ സന്ദേശമാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത് കൃപയുടെ വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ കൃപയും ഒപ്പം ദൈവം തരും. അതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത് വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആ ശബ്ദം ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങയുടെ ദാസൻ ജോൺ പി തോമസ് അങ്കിളിലൂടെ കേൾക്കാൻ പോവുകയാണ്. അതിനായി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം, ഒരുക്കിയതുകൊണ്ട് സ്തോത്രം, ഈ സ്ഥലം സഭയെ അതിനായി ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. മാർക്കര പൗലോസോരനും മറ്റ് എൽഡേഴ്സ്, ഇവിടെയുള്ള ദൈവജനം, ഇവിടെയുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഈ തൃശ്ശൂർ പട്ടണത്തിലുള്ള പല സഭകളിൽ നിന്നുള്ള സുവിശേഷകന്മാര്, മൂപ്പന്മാരായ ദൈവദാസന്മാര്, മറ്റു പല സൗരിസോരന്മാര് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇപ്പോൾ നാഥ, ഞങ്ങൾ തൃപ്പാദത്തിൽ ഇരിക്കട്ടെ, തിരുശബ്ദം കേൾക്കട്ടെ, തിരുവചനം ശ്രദ്ധിക്കട്ടെ. അവർ തൃക്കാൽക്കലിരുന്നു, തിരുവചനം പ്രാപിച്ചു എന്ന് തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേട്ട് ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയണം, ഞങ്ങൾ അയ്യോ നമ്മൾ ഒരു കാലിപാത്രവുമായി ഇവിടെ വന്നു, എന്നാൽ ദൈവം നമ്മുടെ പാത്രത്തെ നിറച്ചു. ആ എണ്ണ ആ ഭരണയിൽ നിറഞ്ഞ് കവിഞ്ഞതുപോലെ, പാത്രം നിറച്ചതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പാത്രങ്ങൾ നിറയുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കി തീർക്കണം. അത് മാത്രമല്ല, ഇനിയുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിലും അങ്ങയുടെ ദാസനെ ഉപയോഗിക്കണം. ജനത്തെ കൂട്ടിവരുത്തണം. കൂടുതൽ പേര് വന്ന് ഈ വചനം കേൾക്കുവാൻ, ഈ പട്ടണത്തിൽ ഒരു ചലനമുണ്ടാകുവാൻ അവിടുന്ന് സംഗതിയാക്കി തീർക്കണം. ഈ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണം. തന്നെല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം പ്രത്യാൽ അറിയിക്കുന്നു. തൃശ്ശൂർ ഇങ്ങനെയൊരു മീറ്റിംഗ് നടക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനാൽ നന്ദി പറയുന്നു. ഇക്കാര്യങ്ങൾ ക്രമീകരിച്ച ഇവിടെയുള്ള സദസ്സഭയ്ക്ക് വേണ്ടിയും വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ പ്രിയപ്പെട്ടവരോട് ഉള്ള നന്ദി പ്രാരംഭമായി അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ദൈവവചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ തൃശ്ശൂർ സ്ഥലത്തോട് ഈ വിഷയത്തിനൊരു ബന്ധമുണ്ട്. ഞാനതൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. 2006 ജാനുവരി ഞാനിവിടെ തൃശ്ശൂർ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ, വിവാഹം ഉറപ്പാണോ വിവാഹമാണോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് വർഷം മുമ്പാണ്. 2006 ഇവിടെ വരുമ്പോൾ സഹോദരന്മാരുടെ അടുക്കൽ വന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ 2006 ജാനുവരി 8 സൺഡേ സ്റ്റാൻഡേർഡ് മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പ് ഒരു പത്രം എൻ്റെ കയ്യിൽ തന്നു. ആ പത്രത്തിൻ്റെ ഒരു ഷീറ്റ് മുഴുവൻ മരണം ഒരു കവാടം എന്ന് പറഞ്ഞൊരു ലേഖനമാണ്. പ്രസിദ്ധനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ആ പത്രത്തിൻ്റെ ഒരു ഷീറ്റ് മുഴുവൻ ഉണ്ടായിരുന്നത്. എനിക്ക് ആ ചിത്രമൊക്കെ ഓർമ്മയുണ്ട്. ഒരു ഗോവേണി സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്നു. അത് വി ആർ കൃഷ്ണയ്യർ എഴുതിയിരിക്കുകയാണ്, മരണം അഭൗമിക ലോകത്തിലേക്കുള്ള ഒരു കവാടമാണ്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ നടത്തുന്ന അന്വേഷണം മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മരിച്ചുപോയ എൻ്റെ ഭാര്യയോട് സംസാരിക്കാറുണ്ട്. ഇങ്ങനെ അദ്ദേഹം ദീർഘമായ ഒരു ലേഖനം, ഒരു മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൻ്റെ ഒരു ഷീറ്റ് മുഴുവൻ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സൗർമാർ എൻ്റെ കൈകളിൽ തന്ന് എന്നോട് അന്ന് സൗർമാർ പറഞ്ഞു, നമുക്കൊരു മീറ്റിംഗ് ക്രമീകരിക്കണം. അതിൻ്റെ ശേഷം ഇവിടെ ഒരു ഗ്രൗണ്ടിൽ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വലിയൊരു ഗ്രൗണ്ടിൽ അന്ത്യം എന്ന് പറഞ്ഞ ഒരു
മീറ്റിംഗ് ക്രമീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ ടോപ്പിക്കിൻ്റെ ഒരു സ്റ്റഡി പഠനം ആദ്യമായി ഇവിടെ നടത്തുന്നത് ഇവിടെ വെച്ചാണ്. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അന്ന് ഞാൻ ആരംഭിച്ചതാണ് ഈ വിഷയത്തിൻ്റെ പഠനം. സൗരന്മാർ ഇത് ക്ലാസ്സുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാനിത് വായിക്കാനും പഠിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങി. അതിനു മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ആരംഭിക്കുന്നത് അതിൻ്റെ ശേഷമാണ്. എന്നാൽ ഇതിന് വളരെ ആക്കം കൂട്ടിയ മറ്റ് ചില വസ്തുതകൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുകയുണ്ടായി. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ മരണം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നെക്കാട്ടിൽ പ്രായം കുറഞ്ഞ എൻ്റെ അടുത്ത ബന്ധമുള്ളവർ ഒരുപാട് പേര് മരിച്ചുപോയി. എൻ്റെ ഇളയ സഹോദരി മരിച്ചു. എൻ്റെ ഏക സഹോദരൻ എന്നെക്കാട്ടി നല്ല പ്രായക്കുറവാണ്. അവൻ 50 വയസ്സിൽ മരിച്ചു. എൻ്റെ ഏക മകൻ 41 വയസ്സിൽ 2 വർഷം മുമ്പ് മരിച്ചു. അടുത്ത സമയത്ത് പ്രിയ വർക്കിച്ചാൻ്റെ അളിയനാണ്, എൻ്റെ ഫസ്റ്റ് കസിനാണ്. ഞങ്ങൾ പോയി ഫ്യൂണറൽ നടത്തിയതേ ഉള്ളൂ. ബേബി ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞത്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, എന്തിനു പറയുന്നു, എൻ്റെ ഏക മകൻ 2 വർഷം മുമ്പ് കർത്തസന്നിൽ ചേർക്കപ്പെട്ടു. മരണം എന്തെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്, അനുഭവിച്ച വ്യക്തിയാണ്. അതിലേക്കാട്ടിൽ കൂടുതൽ അനുഭവിക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഇന്നലെ എൻ്റെ സഹോദരിയുടെ മകൻ്റെ ഫ്യൂണറൽ ഇന്നലെ കഴിഞ്ഞുള്ളൂ. അമേരിക്കയിലാണ് നടന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മരണം സകല മനുഷ്യരിലും പരന്ന്, മരണം ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലയളവിൽ നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് പേര്, നമ്മുടെ പ്രായമുള്ളവരും നമ്മൾ സഹകരിച്ചവരും മരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഈ വിഷയം അപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കുവാനായിട്ട് ആവശ്യമാണ്. മരണം എന്താണ്, മരണശേഷം എന്താണ്, ഇത് എന്താണ്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബൈബിൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമോ, ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കാറുണ്ട്. ഞാൻ ഈ വിഷയങ്ങൾ 4 ദിവസം കൊണ്ട് എടുത്തു തീർക്കാം എന്ന് അങ്ങ് ഒരു എന്താ പറയേണ്ടത്, ഒരു വിശ്വസ്തതയില്ലാത്തൊരു സമർപ്പണമായി പോയി. കാരണം ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് വിദേശത്തൊക്കെ 8 ക്ലാസ് കൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ആ 8 ക്ലാസ് ഞാൻ ഇപ്പം 4 ക്ലാസ് കൊണ്ട് എടുത്ത് തീർക്കണം. ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ സംശയങ്ങൾ ഉളവാകുന്നത് ദയവ് ചെയ്തൊരു പേപ്പറിൽ എഴുതി നാളെ അടുത്ത ആഴ്ച തൊട്ട് ഇവിടെ ഒരു ബോക്സോ വല്ലതും വെക്കാം. നിങ്ങളെ സംശയം ഒന്ന് എഴുതിയിടണം. മറ്റൊന്നും കണ്ടല്ല, എന്താണ് ഇതുള്ള ബന്ധത്തിൽ വരുന്ന സംശയങ്ങൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഈ ബുക്കിൻ്റെ ഒരു 2nd എഡിഷൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതുകൂടെ ചേർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ വരുന്ന എന്ത് സംശയവും എഴുതി തരണം എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. ചില വാക്യങ്ങൾ പറഞ്ഞു പോകുവാനേ നിവൃത്തിയുള്ളൂ. എന്നാൽ പ്രാരംഭമായി നമുക്ക് അത്യാവശ്യമുള്ള ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സഭാപ്രസംഗി 7-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ദൈവം പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. എന്താണ് ഇത്? സകല മനുഷ്യരുടെയും അവസാനം അതാണ്. അതായത് വിരുന്നു വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ ഒരു വിലാപ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം ദൈവം പറയുന്നു, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. അപ്പം ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും മരണമെന്ന വിഷയം മനസ്സിലാക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മളെല്ലാവരും മരിക്കും.
ഇവിടെ ഇരിക്കുന്ന ആരും ഒരു 50 വർഷം 80 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളിൽ ആരും ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. നമ്മളൊക്കെ പലരും ഏതാനും വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും. മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എപ്പോഴാണ് പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ച പോലെ നാം എന്ന് മരിക്കുമെന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. തെക്കോവയിലെ ജ്ഞാനിയായ ഒരു സ്ത്രീ അബ്ശലോമിനെ ദാവീദ് കൊല്ലും എന്നുള്ള ഒരു ധാരണയുണ്ടായി. അബ്ശലോം ഒരു കൊലപാതകനായി മാറി. ഒരു രാജധർമ്മം അനുസരിച്ച് നീതി നടപ്പാക്കേണ്ടത് കൊണ്ട് അബ്ശലോമിനെ കൊല്ലും. എന്നാൽ അബ്ശലോമിനെ രക്ഷപ്പെടുത്താൻ ഒരു സ്ത്രീ, ഒരു തെക്കോവയിലെ ജ്ഞാനിയായ ഒരു സ്ത്രീ ഒരു പ്രത്യേക ഡ്രാമ കളിക്കുന്നതാണ് 2 ശമൂവേൽ 14:14 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത് രേഖപ്പെടുത്തിയപ്പോൾ നാം അത് ഒന്ന് വായിച്ച് നമുക്ക് കടന്നു പോകാം. ആ സ്ത്രീ പറയുന്ന വാക്കിങ്ങനെയാണ്: നാം മരിക്കേണ്ടുന്നവരല്ലോ, നിലത്തൊഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ വൃക്ഷനായവൻ തനിക്കിനിയും വൃക്ഷനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഒരു സുവിശേഷ പ്രസംഗത്തിന് ഉതകുന്ന വിഷയമാണ്. എന്നാൽ ആദ്യ ഭാഗം നാം നോക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ വി വിൽ ഷുവർലി ഡൈ, നമ്മൾ തീർച്ചയായിട്ടും മരിക്കും. എന്നാൽ ഈ സ്ത്രീ അബ്ശലോമിനെ കൊല്ലരുത്, അബ്ശലോമിനെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് ദാവീദിനോട് പറയുന്ന വാക്കാണ്: മരിക്കുകയാണെങ്കിൽ, കൊല്ലുകയാണെങ്കിൽ നിലത്തൊഴിച്ചു കളഞ്ഞ വെള്ളം പോലെ ഇരിക്കും, രണ്ടാമത് ചേർക്കാൻ കഴിയില്ല. വളരെ ലളിതമായി ചിന്തിച്ചാൽ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ജീവിപ്പാൻ കഴിയില്ല. നമ്മൾ കൈതട്ടി നിലത്ത് വെള്ളം തൂകിപ്പോകാറുണ്ട്. ആ വെള്ളം രണ്ടാമതെടുത്ത് ഉപയോഗിപ്പാൻ നിവൃത്തിയില്ല. ജീവിതം അതാണ്. ജീവിതം പൊലിഞ്ഞു പോയാൽ, മരിച്ചു പോയാൽ രണ്ടാമത് ജീവിപ്പാൻ കഴിയില്ല. നിലത്തൊഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ്. ജീവിച്ചിരിക്കുന്നവർ ഹൃദയത്തിൽ ചിന്തിക്കണം, കരുതണം. ഞാൻ മരിക്കും എന്നുള്ളത് ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് യഥാർത്ഥമായ ഒരു സത്യമാണ്. നമുക്കറിയാം, എത്ര മനുഷ്യൻ ശ്രമിച്ചാലും, ഈ വൈദ്യശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മരണത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. ഈ മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്നവർ ഏറിയ പങ്കും വിശ്വാസികളാണ്. അതുകൊണ്ട് ഞാൻ മറ്റ് ആ വിഷയങ്ങളിലേക്ക് ഊന്നൽ കൊടുക്കാതെ ഇതിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എടുത്തു പറയുന്നത് നമ്മുടെ ശരീരം ഒരു കൂടാരമാണെന്ന് ബൈബിളിൽ ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ടെൻ്റ് എന്നാണ്. ടെൻ്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വാസസ്ഥലമാണ്. ആ പദമാണ് പൗലോസും ആ പദമാണ് പത്രോസും രേഖപ്പെടുത്തുന്നത്. ശരീരത്തിന് ടെൻ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യം നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം പത്രോസ് അവിടെ പറയുന്നുണ്ട്. ഇത് തന്നെ പൗലോസും പറയുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം ഒളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. യെസ്, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായി. ഈ കൂടാരത്തിൽ ഞാൻ വസിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നത് യുക്തമാണ്. ശരീരത്തിന് താൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൂടാരമെന്നാണ്. പൗലോസ് പറഞ്ഞുകൂടെന്ന് ശ്രദ്ധിച്ചേക്കാം. പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമുക്ക് വളരെ അധികം അറിയാവുന്ന, ഏറിയ പങ്ക് ആളുകൾക്ക് മനഃപ്പാഠമാക്കിയിരിക്കുന്ന ഭാഗമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിഞ്ഞ് ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അവിടെയും കൂടാരമെന്ന പദമാണ് ഉപയോഗിച്ചത്. ടെൻ്റ് ഒരു താൽക്കാലിക വാസസ്ഥലമാണ്. നമ്മൾ ഓർക്കണം,
നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരം ഒരു കൂടാരത്തോട്, ഒരു ടെന്റിനോട് ഉപയോഗിച്ചിരിക്കുകയാണ് പൗലോസും പത്രോസും. ദൈവം പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവർ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം, മരിക്കും. ഈ കൂടാരത്തിൽ നിന്ന് നമ്മൾ അതിൽ വസിക്കുന്നവർ ഇത് വിട്ടുപോകേണ്ടി വരും എന്നുള്ളത് നമുക്ക് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിച്ചാൽ വചനത്തിൻ്റെ ആരംഭത്തെ ഏടുകൾ തുടങ്ങി നോക്കിയാൽ, ജ്ഞാനത്തോടെ ജീവിച്ച മനുഷ്യരാരാണെന്ന് ചോദിച്ചാൽ മരണം എന്നുള്ള വിഷയം ചിന്തിക്കുന്നവരാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായവും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായവും എടുക്കുമ്പോൾ 2 കുടുംബങ്ങളെ കാണുന്നു. ഞാൻ ഓടിച്ചു പറയാം, കാരണം അതൊരു വലിയ ഒരു ക്ലാസ്സിന് ഉതകുന്ന ഭാഗമാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീൻ്റെ വംശം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അവസാനം തുടങ്ങി ശേത്തിൻ്റെ വംശം, 2 വംശങ്ങളെ ദൈവം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഈ 2 വംശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കുക, അല്ലെങ്കിൽ അതൊരു ദീർഘമായ ക്ലാസ്സുകളാകും. നോക്കുക, 4-ാം അധ്യായത്തിൻ്റെ 16 തൊട്ടുള്ള വാക്യം കായീൻ എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയാണ്. അവർ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ നേടുന്നു, അവർ പേരുണ്ടാക്കുന്നു, അവർ വളരെ ധനികരാകുന്നു, അവർ ലൗകിക കാര്യങ്ങളിൽ ലോകത്തിൽ നേട്ടമുണ്ടാക്കുന്നു. അവർ 2 ഭാര്യമാരെ എടുക്കുന്നു, ചരിത്രം പറയുന്നു, പട്ടണങ്ങൾ പണിയുന്നു, ആ പട്ടണത്തിന് മക്കളുടെ പേരിടുന്നു. ഈ ലോകത്തിൻ്റെ പെരുമയും മഹത്വവും ഈ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് കായീൻ. എന്നാൽ അവിടെ ദൈവത്തെ അവർ ആരാധിച്ചതായി കാണുന്നില്ല. അവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ മരിച്ചു അല്ലെങ്കിൽ മരണമെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. എന്നാൽ ശേത്തിൻ്റെ വംശത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് അതിൻ്റെ 25-ാം വാക്യം തുടങ്ങിയാണ്. അവളൊരു മകനെ പ്രസവിച്ചു, കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നെന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. ഈ വംശത്തിൻ്റെ വംശാവലി 5-ാം അധ്യായത്തിൽ താഴോട്ട് പറയുകയാണ്, നോഹയുടെ കാലം വരെ. പ്രിയപ്പെട്ടവർ, അവിടെ നോക്കി, ഓരോ തലമുറ കഴിയുമ്പോഴും പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഒരു വംശം. ആ വംശമാണ് ദൈവത്തെ ആരാധിച്ചത്. കായീന്റെ വംശം ദൈവത്തെ ആരാധിക്കുന്നില്ല, അവർ മരണമെന്നുള്ള വിഷയം ചിന്തിക്കുന്നില്ല. ശേത്തിന്റെ വംശം അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അവർ ബുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വായിക്കുന്നു അതിൻ്റെ 26-ാം വാക്യം, ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ആരംഭം കുറിക്കുകയാണ്. അവിടെ ഒരു പദപ്രയോഗമുണ്ട്, ഞാനതോട് പറഞ്ഞങ്ങ് പോകട്ടെ. അവർ എപ്പോഴാണ് ആരാധന തുടങ്ങിയത്? ഇവിടെ നോക്കിയാൽ എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തിയ ഈ ഭാഗത്തിൽ ഒരു പദങ്ങളുടെ ഒരു പ്രയോഗം രസകരമാണ്. 25-ാം വാക്യത്തിൽ ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു. ദൈവം എന്ന വാക്കവിടെ എലോഹീം എന്നാണ്. എലോഹീം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവം, സർവശക്തൻ, ഒമിനി പൊട്ടൻറ്റ്. സർവശക്തനായ ദൈവം എനിക്കൊരു മകനെ തന്നു. ആ കുഞ്ഞിനെ കൈകളിൽ എടുത്തു വെച്ചുകൊണ്ട് ആ പൈതലിന് 26-ാം വാക്യം അവന് ഏനോഷ് എന്ന് പേരിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എലോഹീം ഏനോഷ്. ഏനോഷ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന മനുഷ്യൻ എന്നാണ്, മർത്യൻ, ഡിക്കേയിങ് മാൻ. അവരെ ഏനോഷിനെ, ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് മാതാപിതാക്കൾ ഇട്ട പേരാണ് ഏനോഷ്, മരിക്കുന്ന മനുഷ്യൻ, മർത്യൻ. അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ദൈവത്തിൻ്റെ വലിപ്പവും മനുഷ്യൻ്റെ നിസ്സാര അവസ്ഥയും, ദൈവത്തിൻ്റെ വലിപ്പവും മനുഷ്യൻ മരിക്കുന്നവനാണെന്നുള്ളത് എണ്ണുകയും ചെയ്തപ്പോൾ ആ കാലത്ത് അവർ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. കായീൻ്റെ വംശം മരണമെന്നൊരു വിഷയമില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശേത്തിൻ്റെ വംശത്തെക്കുറിച്ച് ഓരോ തലമുറ നമ്മൾ എടുത്തു നോക്കിയാൽ പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ താഴോട്ട് വായിച്ചാൽ അത് ആവർത്തിക്കപ്പെടുകയാണ്. നോഹയുടെ കാലം വരെ ചെന്ന് നിൽക്കുന്ന തലമുറയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മളെ മനസ്സിലാക്കി തരുന്നു. ദൈവം ആദ്യം വായിച്ച വാക്യത്തിൽ നമ്മളൊരു ദുഃഖ വീട്ടിൽ, മരണ വീട്ടിൽ പോകുന്നത് നല്ലതാണെന്ന് ദൈവം പറയുന്നതിൻ്റെ കാരണം
ജീവിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിൽ അത് കരുതും. അതാണല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ഇവിടെ നോക്കുക, മരണത്തെക്കുറിച്ച് ചിന്തിച്ച ആ തലമുറയാണ്, ശേത്തിൻ്റെ വംശമാണ് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയത്. മോശ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാതറിയാം. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം നമുക്കറിയാം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എത്ര നിസ്സാരന്മാരെന്ന് ഞങ്ങൾ ഓർക്കട്ടെ. ദാവീദും അത് പ്രാർത്ഥിച്ചു. 39-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ എത്ര ക്ഷണികലെന്ന് അറിയുമാറാകട്ടെ. സൗരന്മാരെ, ഈ പഠനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ ഒന്നുമില്ലായ്മ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എത്രയോ ദൈവസന്നിൽ വിനയപ്പെടാൻ തുടങ്ങും. ഒന്നുമില്ലാത്ത മനുഷ്യൻ, നമ്മൾ ഓർത്തതുപോലെ അവൻ മരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഭരിക്കുന്ന മനുഷ്യൻ, അല്ലെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ, അവന് വളരെ ശ്രദ്ധിച്ച് ജ്ഞാനമുള്ളവനായി ജീവിപ്പാനായിട്ടിടയായി മാറും. ഈ പഠനം നമ്മളെ അതിന് സഹായിക്കട്ടെ. എന്നാൽ ഈ വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വായിച്ചു കൊണ്ടിരുന്ന ചില ബുക്കുകളിലെ ചില ചിന്തകൾ എന്നെ ഒരുപാട് ഭരിച്ചു. ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത ചില ബുക്കുകൾ ഞാൻ വായിച്ചു. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. മരിച്ചുവെന്ന് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത ചിലർ വീണ്ടും ജീവിച്ച് തിരിച്ചു വന്നു. അവരോട് ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂ നടത്തി റിപ്പോർട്ടുകൾ എടുത്തു. അതിന് പറയുന്നതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. പല ഡോക്ടേഴ്സ് അന്യോന്യം പറഞ്ഞില്ലേ, അവരന്യോന്യം പറയാതെ അവരുടെ ജീവിത വഴികളിൽ മരിച്ചുവെന്ന് കരുതിയ വ്യക്തികൾ മരിച്ചുവെന്ന് വൈദ്യശാസ്ത്രത്തിൽ മരിച്ചു. അങ്ങനെ എഴുതപ്പെട്ടവർ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ജീവിച്ചു വന്നു. അവരോട് ഡോക്ടേഴ്സ് ചോദിച്ചു അവരുടെ അനുഭവം എന്താണ്. അങ്ങനെ ചോദിച്ചിട്ട് എഴുതി വെച്ചു. അവർ പല ഡോക്ടേഴ്സ് അന്യോന്യം പറയാതെ ഇത് ചെയ്തു. അവരെഴുതിയ ചില ബുക്കുകൾ ഇന്ന് ലഭ്യമാണ്. അത് ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ആ ബുക്കുകളിൽ ചിലത് വായിക്കുകയുണ്ടായി. നിങ്ങൾ ചിലരൊക്കെ കേട്ട് കാണും, ലൈഫ് ആഫ്റ്റർ ലൈഫ്, വളരെ പ്രസിദ്ധമാണ്. റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഡോക്ടർ എഴുതിയത്. അതുപോലെ ബിയോണ്ട് ഡെത്ത് ഡോർ, മൗറിഷ് റൗളിങ്സ് എഴുതിയത്. ഓൺ ഡെത്ത് ആൻഡ് ഡൈങ്, ഡോക്ടർ എലിസബത്ത് കുബ്ലർ റോസ്. ഇങ്ങനെ ഡോക്ടേഴ്സ് എഴുതിയ ബുക്കുകൾ ലഭ്യമാണ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ഞാൻ വളരെ രസകരമായി അത് വായിച്ചു. അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, മരിച്ചുപോയ വ്യക്തി മടങ്ങി വരുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയിട്ട്, ഉദാഹരണമായിട്ട് ഒരു പ്രസവ വാർഡിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നു, അവൾ മരിച്ചുപോയി. ഡോക്ടേഴ്സ് അവളെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവ് അവളെ വിട്ടിട്ട് ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവളുടെ ശരീരത്തിന് മേൽ ഡോക്ടേഴ്സ് അവളെ വീണ്ടും ശ്വാസം കൊടുത്ത് അവളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവൾ കാണുന്നു. അവൾ സംസാരിച്ചു നോക്കുന്നു, അവർ കേൾക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ആത്മാവ് മടങ്ങി വന്ന ശരീരത്തിൽ കയറി അവൾ ജീവിക്കുന്നു. ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ഈ ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചു. ആ വ്യക്തിയുടെ ശരീരം ആളുകൾ വലിച്ചു പുറത്തെടുക്കുമ്പോൾ ആ മനുഷ്യൻ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആരും കേൾക്കുന്നില്ല, അറിയുന്നില്ലേ. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വന്ന ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ അനുഭവങ്ങളുടെ നീണ്ടൊരു പട്ടിക, രസകരമായ അനുഭവങ്ങളാണ്. ഇങ്ങനെ നാം ജീവിക്കുന്ന കാലയളവിൽ ഈ വിഷയം വളരെ പ്രസിദ്ധമായി തീർന്നപ്പോൾ അമേരിക്കയിലെ കണക്റ്റിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താനാറ്റോളജി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര വിഭാഗം ആരംഭിച്ചു. കെമിസ്ട്രി പഠിക്കുന്ന പോലെ, ഫിസിക്സ് പഠിക്കുന്ന പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി, താനാറ്റോളജി. താനാറ്റോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മരണം എന്നാണ്. അപ്പം മരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് ലോകത്തിൽ കണക്റ്റിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിങ്ങുണ്ട്, ഇവിടെയുണ്ട്. അവിടെ ഇത് പഠിപ്പിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, മരണശേഷം എന്ത് നടക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ മനുഷ്യന് സാധ്യമല്ല, ശാസ്ത്രത്തിന് സാധ്യമല്ല.
അവർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കും എന്നുള്ളതല്ലാതെ അവർക്കിത് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ബൈബിളിലേക്ക് മടങ്ങി വരണം. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് പൂർണ്ണമാണ്. നമ്മുടെ ഭക്തിക്കും ജീവനും വേണ്ടത് എല്ലാം നൽകിയിരിക്കുകയാണ് ഈ തിരുവചനത്തിൽ. ഇനിയും നമുക്ക് വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കാം. മരണമെന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, മരിച്ച ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. മരിക്കുമ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനുഷ്യൻ എന്ന് പറയുന്നത് 3 ഭാഗങ്ങളുള്ളൊരു വ്യക്തിത്വമാണ്. മനുഷ്യന് 3 ഭാഗങ്ങളുള്ള വ്യക്തിത്വമാണ്. ഈ 3 ഭാഗം കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യനായി മാറുന്നത്. ഇതിൽ ഒരു ഭാഗം മാറ്റിവെച്ചാൽ അവനെ മനുഷ്യനെന്ന് പറയാൻ സാധ്യമല്ലേ. നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് മടങ്ങി വരാം. നമുക്ക് തെസ്സലോനിക്ക ലേഖനം ഒന്നെടുക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. എനിക്ക് നിങ്ങൾക്കും 3 ഭാഗമുണ്ട്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. പല കാര്യങ്ങൾ അതുള്ള ബന്ധത്തിൽ പഠിക്കാം. ദൈവ സ്വരൂപവും സാദൃശ്യവും. ഒന്ന് നമ്മൾ ഓർക്കുക, ദൈവം ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു ത്രിഭാഗ പ്രകൃതി അവന് കൊടുത്തു. ദൈവം ത്രിയേകനാണ്. വ്യക്തിത്വത്തിൽ 3 ആണെങ്കിലും സാരാംശത്തിൽ 1 1 in essence but 3 in personality. മനുഷ്യനെ സംബന്ധിച്ചും ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ അവർ ആലോചിച്ചപ്പോൾ ആ മനുഷ്യനിൽ ഒരു ദൈവിക സ്വരൂപവും സാദൃശ്യവും പല വിധത്തിലുണ്ട്. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതും അവൻ്റെ ഇച്ഛാശക്തിയും ഒക്കെ ദൈവത്തിലുള്ളതിൻ്റെ പ്രതിഫലനമാണ്. എന്നാൽ ഇവിടെ ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമ്പോൾ കാക്കപ്പെടുമാറാകട്ടെ. 3 ഭാഗം: യുവർ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അതിൻ്റെ ക്രമീകരണം നോക്കിയേ. ആദ്യം പറഞ്ഞത് സ്പിരിറ്റ്, പിന്നീട് സോള്, പിന്നീട് ബോഡി. മനുഷ്യന് 3 ഭാഗമാണുള്ളത്. അതിന് പറയുന്നത് ട്രൈപാട്രിയറ്റ് നേച്ചർ, ത്രിഭാഗ പ്രകൃതി. മനുഷ്യന് 3 ഭാഗമാണുള്ളത്. ആ 3 ഭാഗം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ജന്തുവർഗത്തെ നോക്കിയാൽ, മറ്റേത് ജന്തുവർഗത്തെ നോക്കിയാലും അവയ്ക്ക് ശരീരമുണ്ട്. ആ ശരീരത്തിനുള്ളിൽ ഒരു ജീവനുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് വേറെ ഒരു ഭാഗം കൂടെയുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. മറ്റ് ജീവജാലങ്ങളെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഉണ്ടായതാണ്. മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം കരങ്ങൾ കൊണ്ട് മണ്ണുകൊണ്ട് അവനെ ഉണ്ടാക്കിയെടുത്തിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ളൊരു ദേഹിയായി മാറി. ലിവിങ് സോൾ എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തുന്നത്. ഞാനൊരു യഹൂദൻ ആ ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വായിച്ചു. ആ ലിവിങ് സോൾ എന്നുള്ളത് സ്പീക്കിംഗ് സോൾ എന്ന് ഭാഷാന്തരം ചെയ്യാം. ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ഹി ബിക്കേം എ സ്പീക്കിംഗ് സോൾ. അവൻ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. പരസ്പരം സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു സോളുണ്ട്, അല്ലെങ്കിൽ ദേഹിയുണ്ട്, ജീവനുണ്ട്. എന്നാൽ മനുഷ്യന് മറ്റൊരു ഭാഗം കൂടെയുണ്ട്, ആത്മാവ്. അത് മറ്റൊരു ജീവജാലത്തിനുമില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലുള്ള ദേഹിയും സോളും സ്പിരിറ്റും കൂടെ ഒരിക്കലും രണ്ടാകത്തില്ല. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഇതിനെ വേർതിരിക്കാൻ ഒക്കില്ല. എങ്ങനെ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം നോക്കിയാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അവിടെ ഈ വസ്തുത പറയുന്നുണ്ട്. അവിടെ രണ്ടാക്കാമെന്നല്ല പറഞ്ഞത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലും.
വേർതിരിക്കത്തേയുള്ളൂ, ഡിസേൺ ചെയ്യും. സോളിനെ സ്പിരിറ്റിനെ ഡിസേൺ ചെയ്യും, രണ്ടാക്കത്തില്ല. മനുഷ്യൻ മരിക്കുമ്പോഴും ഇത് രണ്ടാകത്തില്ല. സോളും സ്പിരിറ്റും രണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ ആത്മാവിൽ എനിക്കുണ്ടായ പ്രേരണയാണ്. ആത്മപ്രേരണയാണോ അതോ ദേഹിയിലുള്ള പ്രേരണയാണോ എന്ന് തിരിച്ചറിയുന്നത് ദൈവവചനത്താലാണ്. വചനം നമ്മളെ മനസ്സിലാക്കി തരും, വേർതിരിക്കാൻ ഇടയാക്കും. വെദർ ഇറ്റ് ഈസ് ഫ്രം സോൾ ഓർ വെദർ ഇറ്റ് ഈസ് ഫ്രം സ്പിരിറ്റ്. അത് ദേഹിയിൽ നിന്നുള്ള ചിന്തയാണോ ആത്മാവിൽ നിന്നുള്ള ചിന്തയാണോ എന്ന് തിരിച്ചറിയുന്നത് ദൈവവചനത്താലാണ്. ഇവിടെ വായിക്കുന്നു, അത് ഡിസേൺ ചെയ്യാനായിട്ട് കഴിയും, പക്ഷെ വേർതിരിക്കാനൊക്കില്ല. മനുഷ്യൻ്റെ ദേഹി ആത്മാവുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ഭൂമിയിലുള്ള ഏത് ജീവജാലങ്ങളെക്കാട്ടിലും. ഭൂമിയുടെ ഏത് കോണിൽ ചെന്നാലും, കിരാതന്മാരായവരുടെ അടുക്കലും കാട്ടിൽ ജീവിക്കുന്നവരുടെ അടുക്കൽ ചെന്നാലും അവനെല്ലാം ദൈവമെന്നൊരു ചിന്തയുണ്ട്. ദൈവം എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുള്ളതിൻ്റെ കാരണം എന്നാ? പരിജ്ഞാനപ്രകാരം അല്ലാതെയെങ്കിലും ദൈവമെന്നവൻ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്നാണ്? അവൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. ഒരു മൃഗവും ഒരു കുരിശുകൊട്ടിയുടെ അടുക്ക പോയി പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? എന്നാൽ മനുഷ്യൻ അവിടെ പ്രാർത്ഥിക്കുന്നു, ദൈവമെന്നവൻ ചിന്തിക്കുന്നു, അവൻ മല കയറുന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആത്മാവാണ് അവനെ ദൈവം എന്നുള്ള ചിന്തയുള്ളവനാക്കി മാറ്റുന്നത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അംശം അവൻ്റെ ഉള്ളിലുണ്ട്. വീണ്ടും നമുക്ക് നോക്കാം, ഈ ദൈവത്തെ എങ്ങനെ സേവിക്കാം. റോമലേഖനം ബൈബിളിലെ വളരെ അടുക്കും ചുറ്റിയോടും കൂടെ പറഞ്ഞിരിക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ലേ, കാരണം ഈ ബുക്ക് മുഴുവൻ ഞാനെടുത്ത ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കാമെന്നുള്ളത് 12-ാം അധ്യായം തുടങ്ങിയാണ് പറയുന്നത്. 12-ാം അധ്യായം തുടങ്ങി ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കാം. എങ്ങനെ സേവിക്കാമെന്ന് പറയുമ്പോൾ അവിടെ 3 ഭാഗം ഞാനൊന്ന് എടുത്ത് കാണിച്ചോട്ടെ. 12-ാം അധ്യായത്തിൻ്റെ ഈ 3 ഭാഗം അവിടെ കാണാം. 12-ാം അധ്യായം നോക്കിയാട്ടെ. സൗൽമാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തെ സേവിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ എങ്ങനെയായിരിക്കണം? ജീവനും വിശുദ്ധിയുമുള്ളതായി ദൈവത്തിന് സമർപ്പിക്കണം. എന്നാൽ 2-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. മനസ്സ് സോളിൻ്റെ ഭാഗമാണ്. മൈൻഡ്, വില്ല്, എമോഷൻ, ഇതൊക്കെ അത് സോളിൻ്റെ ഭാഗമാണ്, ദേഹിയുടെ ഭാഗമാണ്. അവിടെ രൂപാന്തരം സംഭവിക്കണം. അപ്പോൾ ശരീരം ദൈവത്തിന് വേണ്ടി ജീവനും വിശുദ്ധിയുള്ളതായി സമർപ്പിക്കണം. നമ്മുടെ സോള് അല്ലെങ്കിൽ ദേഹി രൂപാന്തരം പ്രാപിക്കണം, അല്ലെങ്കിൽ റിന്യൂഡായി മാറണം. 3, അതിൻ്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. 3 ഭാഗവും നോക്കിയേ. ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം, നമ്മുടെ ദേഹി രൂപാന്തരം പ്രാപിക്കണം, നമ്മുടെ ശരീരം അത് ദൈവത്തിന് ജീവനും വിശുദ്ധിയുള്ളതായി സമർപ്പിക്കണം. ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കണം, ഈ 3 ഭാഗവും എടുത്തിവിടെ പറയും. വീണ്ടും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ 3 പ്രകൃതിയുള്ള മനുഷ്യൻ ഒന്നാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. ഞാൻ കർത്താവ് അവസാനമായി സഭയ്ക്ക് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ടല്ലോ, അവിടെ നിന്നൊരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം എടുത്താട്ടെ. അവിടെ കർത്താവ് പറഞ്ഞ വാക്ക്, അതിൻ്റെ 19-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. നാമങ്ങളിൽ എന്ന് ബഹുവചനം അല്ല പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ നല്ല, പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏകവചനമാണ്. എന്താ കാരണം? അവരൊന്നാണ്.
നമ്മൾ 3 പ്രകൃതിയുള്ളവരാണ്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. വളരെ വ്യക്തമായി തെസ്സലോനിക്ക ലേഖനത്തിലും അതുപോലെ എബ്രായ ലേഖനത്തിലും അതുപോലെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന റോമലേഖനത്തിലും ഒക്കെ അത് കാണുകയാണ്. മനുഷ്യന് 3 പ്രകൃതിയുണ്ട്. ഇത് വ്യക്തമായി ഗ്രഹിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഓർപ്പിച്ചോട്ടെ. പഴയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെട്ടു, വായിക്കുന്നില്ല. മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. മേക്ക് മീ എ സാങ്ച്വറി ദാറ്റ് ഐ മേ ഡ്വെൽ അമംഗ് യു. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ ഒരു സാങ്ച്വറി ഉണ്ടാക്കണം, ഒരു മന്ദിരം ഉണ്ടാക്കണം. എ സാങ്ച്വറി, ഒരു മന്ദിരം. ആ മന്ദിരം ഒന്ന് ശ്രദ്ധിച്ച്, അതിന് 3 ഭാഗമുണ്ട്. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. ഈ 3 ഭാഗത്തിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് എ സാങ്ച്വറി, ഒരു വാസസ്ഥലം. ദൈവം ഇന്ന് കൈപ്പണിയായി മന്ദിരത്തിൽ വസിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം ജീവനുള്ള ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ആ വാസസ്ഥലം പഴയ നിയമത്തിൽ ദൈവം വസിക്കാൻ ഒരുക്കിയ വാസസ്ഥലം 3 സ്ഥലങ്ങളുള്ളതാണെങ്കിൽ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു, ഈ 3 ഭാഗമുള്ള ത്രിഭാഗ പ്രകൃതിയുള്ള ഈ ദേഹത്തിലാണ് സ്വർഗത്തിലെ ദൈവം ഇന്ന് വസിക്കുന്നത്. നമുക്ക് 3 ഭാഗമുണ്ട്. അതിന് ട്രൈപാർട്ടൈറ്റ് നേച്ചർ എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ്, അത് അധികം മനസ്സിലാക്കാത്തൊരു ഭാഗമാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആ ഭാഗം ഞാൻ വിടാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം നോക്കിയാട്ടെ, സൃഷ്ടിപ്പ് നടത്തുകയാണ്. ആ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിക്കുക, ക്രിയേറ്റ് എന്നുള്ള വാക്ക് എബ്രായ വാക്ക് ബാര എന്ന വാക്കാണ്. ആ ബാര എന്ന വാക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലതിനെ ഉണ്ടാക്കുന്നു. ബാര, ക്രിയേഷൻ. 3 പ്രാവശ്യമേ ആ വാക്ക് ഉൽപ്പത്തിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, സൃഷ്ടിപ്പിൽ. അത് 3 ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Created. God created. In the beginning God created heavens and earth. Matters. ഇന്ന് കാണുന്ന വസ്തുതകളൊക്കെ ദൈവം സൃഷ്ടിച്ചു. അവിടെ ബാര എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. രണ്ടാമത് 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, ദൈവം വലിയ തിമിംഗലങ്ങളും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന ജീവജന്തുക്കളെയും അതാതരം പറവജാതികളെ സൃഷ്ടിച്ചു. ബാര. ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. സോളുള്ള, ദേഹിയുള്ള ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ബാര 2-ാമത് ആ വാക്ക് ഉപയോഗിച്ചു. 3-ാമത് 27-ാം വാക്യം നോക്കിയാട്ടെ. 27-ാം വാക്യം, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. 3-ാമത്തെ ഭാഗത്തോടെയാണ് വരുന്നത്. ആദ്യം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മാറ്റേഴ്സ്, ഈ ലോകത്തിലുള്ള വസ്തുതകളെ സൃഷ്ടിച്ചു. 2, ജീവനുള്ള വസ്തുതകളെ സൃഷ്ടിച്ചപ്പോൾ ബാര എന്നുള്ള വാക്ക് വന്നു. 3-ാമത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബാര എന്നുള്ള വാക്ക് വന്നു. ഈ 3 ഭാഗത്തിലെ സൃഷ്ടിച്ചു എന്ന വാക്ക് എബ്രായ ഭാഷയിൽ വന്നിട്ടുള്ളൂ. ബാര എന്ന വാക്ക് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വിഭിന്നമായി സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കറിയാം. അവൻ നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഒഴുതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. എ ലിവിങ് സോൾ. ഞാൻ ഓർപ്പിച്ചില്ലേ, എ സ്പീക്കിംഗ് സോൾ എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇതുകൊണ്ടാണ് സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ആ പ്രയോഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിൽ സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് ദൈവം തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിച്ച ദൈവം, ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, അതോട് ചേർത്ത് പറയുകയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവം. ഈ ക്രിയേഷൻ എത്ര ഗൗരവമേറിയതാണോ അതേ ഗൗരവമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചത്.
അപ്പൊ ദൈവമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ നിർമ്മിക്കുന്നത്. ദൈവം അതുകൊണ്ട് എബ്രായർ 12:9 ദൈവത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പേരെന്നറിയാമോ? അവിടെ പറയുന്നത് ഫാദർ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ്. നോക്കിക്കട്ടെ, ആത്മാക്കളുടെ പിതാവെന്നാ പറഞ്ഞിരിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇല്ലേ? നിങ്ങളുടെ ജഡപ്രകാരമുള്ള പിതാക്കന്മാരെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികം കീഴടക്കി ജീവിക്കേണ്ടതല്ലയോ? ആത്മാക്കളുടെ പിതാവ്, ഫാദർ ഓഫ് ദ സ്പിരിറ്റ്. സ്ത്രീ പുരുഷ ബന്ധത്താൽ ഒരു ശരീരം, ഒരു കുഞ്ഞിൻ്റെ ശരീരം ഗർഭപാത്രത്തിൽ ഉടലെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആത്മാവിനെ കൊടുക്കുവാൻ. അതുകൊണ്ട് അവന് പേര് കൊടുത്തു ഫാദർ ഓഫ് സ്പിരിറ്റ്. ആകാശം വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ടതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ നാം തിരുവചനത്തിൽ കാണുന്ന കാര്യം, ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ സൃഷ്ടിക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെ, ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം, എന്താണ് ഈ ആത്മാവ്? ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മനുഷ്യന് ആത്മഹത്യ ചെയ്യാം, മനുഷ്യന് അന്യോന്യം കൊല്ലാം. പക്ഷെങ്കിൽ ഒരിക്കലും മനുഷ്യൻ്റെ സോളിനെ, അകത്തുള്ള ദേഹിയെ, ആത്മാവിനെ കൊല്ലാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം വായിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നോക്കി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, 28, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ, ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹത്തെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. മനുഷ്യന് ആകെ ചെയ്യാൻ കഴിയുന്നത് ദേഹത്തെ കൊല്ലാൻ കഴിയും, പക്ഷെ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദേഹത്തെയും സോളിനെയും സ്പിരിറ്റിനെയും ഈ ബോഡിയെയും കൂടെ നരകത്തിൽ തള്ളിക്കളയാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അവനെ ഭയപ്പെടാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മളിനി നോക്കാൻ പോവുകയാണ്, എന്താണ് ഈ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമായ മനുഷ്യനിലുള്ള ആത്മാവിൻ്റെ പ്രവൃത്തി? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി സ്പിരിറ്റ്? 2 വാക്യം ആധാരമായി വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം എടുത്താട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 2 വാക്യം ഞാൻ വായിക്കാം. അതിൽ നിന്ന് ഈ ആത്മാവിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് നോക്കാട്ടെ. 8-ാം വാക്യം, എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. But it is the spirit in man, the breath of the Almighty, that gives him understanding. മൃഗത്തിന് അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അവന് മോറൽ ചിന്തകളൊന്നുമില്ല. മനുഷ്യന് ധാർമ്മിക ചിന്തകളുണ്ട്, മനുഷ്യന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ വിവേകമുണ്ട്. ആ വിവേകം എവിടെ നിന്ന് കിട്ടുകയാണ്? നമ്മുടെ ശരീരത്തിൽ നിന്നാണോ? അല്ല. നമ്മുടെ ദേഹിയിൽ നിന്നാണോ? സോളിൽ നിന്നാണോ? അല്ല. ദൈവം നമ്മുടെ ഉള്ളിൽ ഊതിയ ശ്വാസമുണ്ടല്ലോ, ആ സ്പിരിറ്റാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് തരുന്നത്. The breath of the Almighty gives him understanding. നമുക്ക് വിവേകമുള്ളവരായി ജീവിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഊതിയ ശ്വാസമാണ്, ആത്മാവാണ് അത് തരുന്നത്. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സദൃശവാക്യം 20 എടുത്താട്ടെ. സദൃശവാക്യം 20, ആത്മാവിൻ്റെ ഫങ്ഷൻ നോക്കുക. സദൃശവാക്യം 20-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, 20-27, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരങ്ങളിലെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കുക. ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാമ്പ് ഓഫ് ദ ലോർഡ് ദാറ്റ് ഷെഡ്സ് ലൈറ്റ് ഓൺ എവറി ഇന്നർമോസ്റ്റ് ബീയിങ്. അകമയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രകാശം പരത്തുന്നത് അവൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. അത് ദൈവത്തിൻ്റെ ദീപമാണ്. ആത്മാവിനെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ലാമ്പ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ലാമ്പ് ഓഫ് ദ ലോർഡ് എന്നാണ്, യഹോവയുടെ ദീപം എന്നാണ്. മനുഷ്യന് പരിജ്ഞാനം കൊടുക്കുന്നത് ആത്മാവാണ്.
നമ്മളിനിയും പ്രത്യേകം ഓർക്കുക. ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ് ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് റോമലേഖനം, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തിട്ട് പറയാം. റോമലേഖനം 8-ാം അധ്യായം എടുത്താട്ടെ. റോമലേഖനം 8-ാം അധ്യായത്തിൽ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിയാട്ടെ. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, നാം ദൈവമക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. മലയാളത്തിൽ വായിച്ചാൽ അത്രയും നമുക്ക് പിടികിട്ടില്ലേ. ഇംഗ്ലീഷ് ബൈബിള് എൻ്റെ കയ്യിൽ എപ്പോഴും ഇംഗ്ലീഷ് ബൈബിള് കാണും. ഇംഗ്ലീഷ് ബൈബിള് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ എസ് ആണ്, വലിയ എസ് ആണ്. എപ്പോഴും എവിടെ നോക്കിയാലും ഈ ക്യാപിറ്റൽ എസ്. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ കാണിക്കുന്നത് സ്മോൾ എസ് ആണ്. അപ്പം ക്യാപിറ്റൽ എസ്, ദാറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവോട്. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഒരുപാട് ഉപദേശ കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന, ആത്മാവിലുള്ള ആരാധനയെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ്. അതാണോ പിതാവ് ഇച്ഛിക്കുന്നത്? നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം വായിച്ചു നോക്കിയാൽ പിതാവ് ഇച്ഛിക്കുന്ന ആരാധന, സത്യാരാധന, ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് സ്മോളസ് ആണ്, മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നുള്ള ആരാധനയാണ്. അല്ലാതെ ഒന്ന് ചിന്തിച്ച്, പരിശുദ്ധാത്മാവ് ദൈവത്തെ എന്തിനാ ആരാധിക്കുന്നത്? ദൈവം ദൈവത്തിനെ എന്തിനാ ആരാധിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, നമ്മുടെ ആത്മാവിനെ ഒരുക്കും. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിൽ, റോമലേഖനം 1-ാം അധ്യായത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. സൗരന്മാരെ, എത്ര തെറ്റായ ധാരണകളാണ്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നതെന്നാണ്. തെറ്റാണ്. എൻ്റെ ആത്മാവിലാണ് ഞാൻ ആരാധിക്കുന്നത്. ദാറ്റ് ഈസ് എ ഹ്യൂമൻ സ്പിരിറ്റ്. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ സ്മോളസ് ആണ്, ക്യാപിറ്റൽ എസ് അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ക്യാപിറ്റൽ എസ്, നമ്മുടെ ആത്മാവോട് സ്മോളസ് സാക്ഷ്യം പറയുന്നു. നമ്മൾ കണ്ടു ആത്മാവിൻ്റെ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിനോടാണ്. നമ്മുടെ ആത്മാവാണ് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓർക്കുക, ഈ ആത്മാവാണ് വിവേകം നമുക്ക് തരുന്നത്, മനുഷ്യനിലുള്ള ആത്മാവ്. ഈ ആത്മാവിലാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോളോ, എന്നിലുള്ള ദേഹിയോ? സോള് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബൈബിളിൽ സോൾ എന്നുള്ള വാക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ആത്മാവിനെ, സോൾ എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. നിന്നോട് ഇന്ന് ചോദിച്ചാൽ ആ രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ചങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സോളിൻ്റെ ഫങ്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, ദേഹിയുടെ ഫങ്ഷൻ മൈൻഡ്, എമോഷന്, വില്ല്. എൻ്റെ മൈൻഡ്, മനസ്സ്, ചിന്തിക്കാൻ. എൻ്റെ വ്യക്തിത്വം, എൻ്റെ ചിന്തകൾ, എൻ്റെ മൈൻഡ് എൻ്റെ സോളിലാണ്. എൻ്റെ വികാരങ്ങൾ, എമോഷൻ സോളിലാണ്. എൻ്റെ ഇച്ഛാശക്തി സോളിലാണ്. ദാവീദ് ബത്ശേബയുടെ അടുക്കൽ ചെന്ന് പാപം ചെയ്തു. ദാവീദ് തെറ്റിപ്പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. 23-ാം സങ്കീർത്തനത്തിന് 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാ? ഹി റീസ്റ്റോറത്ത് മൈ സോൾ. ഹി റീസ്റ്റോറത്ത് മൈ സോൾ. അവൻ എൻ്റെ സോളിനെ, എൻ്റെ ദേഹിയെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അതാണ് തണുപ്പിക്കുക എന്ന് പറഞ്ഞ. തെറ്റിപ്പോയി ദാവീദിന്റെ ആ സോള്, തെറ്റിപ്പോയി. ദൈവം അതിനെ റീസ്റ്റോർ ചെയ്തു. തൻ്റെ ഇച്ഛാശക്തിയും തൻ്റെ എമോഷനും വിൽ പവറും ഒക്കെ ഉപയോഗിച്ച് താൻ തെറ്റിപ്പോയി. എന്നാൽ ദൈവം അതിനെ, കരുണ കൊണ്ട് ദൈവം അതിനെ റീസ്റ്റോർ ചെയ്തു. നമ്മൾ നോക്കുക, ആ ഭാഗം ഞാൻ വിടട്ടെ. അതായത് നമ്മളിലുള്ള ആത്മാവ് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നു. നമ്മളിലുള്ള ആത്മാവ്
മനുഷ്യന് വിവേകം തരുന്നു. നമ്മളിലുള്ള ആത്മാവ് ദൈവം എന്നുള്ളൊരു ചിന്ത തരുന്നു. നമ്മളിലുള്ള ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ദേഹിയോ സോളോ നമ്മൾ ഓർത്തതുപോലെ ചിന്തിക്കുന്നതിന്, ഫീൽ ചെയ്യുന്നതിന്, തീരുമാനമെടുക്കുന്നതൊക്കെ നമ്മുടെ ആ സോളിലാണ്. നമ്മുടെ ശരീരമോ പ്രവർത്തിക്കുന്നതിന് ഇത് രണ്ടും കൂടെ ആശയങ്ങൾ കൊടുത്ത് ആ ശരീരത്തിൽ നിയന്ത്രിക്കും. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചപ്പോൾ ആദ്യം ആത്മാവ്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഈ ബോഡി നിയന്ത്രിക്കപ്പെടേണ്ടത് ഈ ആത്മാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദേഹിയെ നിയന്ത്രിച്ച് ആ ദേഹിയും ആത്മാവും കൂടെ ശരീരത്തെ നിയന്ത്രിക്കണം. എന്നാൽ മനുഷ്യൻ്റെ ഡിസൊബീഡിയൻസ്, അവൻ്റെ അനുസരണക്കേട് മൂലം തിന്നരുതെന്ന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. നിനക്കെല്ലാ വൃക്ഷഫലവും തിന്നാം, എന്നാൽ ആ കാണുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല, കാരണം നമുക്കെല്ലാം പരിചയമുണ്ട്. മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. നമ്മൾ ഓർക്കണം, ആ ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ ആദമിനും അവയുടെയും സോളിലാണ് വില്ല്, ആ വിൽ പവർ, ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി പ്രായോഗികമാക്കുവാൻ അവിടെ കൊണ്ടേ ഒക്കത്തുള്ളൂ. ഒരു കൽപ്പനയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇച്ഛാശക്തി? ഒരു തിരഞ്ഞെടുപ്പില്ലാതെ എങ്ങനെയാ ഇച്ഛാശക്തി? ഇച്ഛാശക്തി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരു കൽപ്പന ദൈവം കൊടുത്തു, ആ വൃക്ഷഫലം തിന്നരുത്. അവന് തിന്നാതിരിക്കാം, അവന് തിന്നാം. അവൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അവന് ഡിസൈഡ് ചെയ്യാം. അവര് തീരുമാനിച്ചു തിന്നാൻ. അനുസരണക്കേട് കാണിച്ചു. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? ദൈവസംബന്ധമായ ആത്മാവ് ആദമനോട് ദൈവം പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കും. ആദം ഏതാണ്ട് 930 വർഷം ജീവിച്ചിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കും. അവിടെ ഒരു മരണം സംഭവിച്ചു. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേഷൻ, വേർപാടെന്നാണ്. ആത്മാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനൊരു വേർപാടുണ്ടായി. അവൻ്റെ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കാൻ നിവൃത്തിയില്ലാതെ പോയി. മനോഹരമായി ഈ ഭാഗം മനസ്സിലാക്കാൻ ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഒരു 3 സ്റ്റോറി ബിൽഡിംഗ്, 3 നിലയുള്ളൊരു കെട്ടിടം. മുകളിലത്തെ നില ആത്മാവ്. ഈ ഒബ്സർവേറ്ററി ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രണ്ടാമത്തെ നില ദേഹി അല്ലെങ്കിൽ സോൾ. മൂന്നാമത്തെ നിലയാണ് ശരീരം. എന്നാൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അനുസരണക്കേടിൻ്റെ ഫലമായി ഭൂകമ്പം ഉണ്ടായി. മുകളിലത്തെ നില അങ്ങ് ഇടിഞ്ഞുപോയി. അത് ഇടിഞ്ഞു പോയപ്പോൾ മനുഷ്യൻ പിന്നെ അവനുള്ളത് സോളാണ്. നമ്മൾ ഓർത്തു, സോളിലാണ് എമോഷൻ, വികാരങ്ങൾ പിന്നീട് അവിടെയാണ്. നമ്മൾ ഓർക്കണം, ഈ ആത്മാവ് ഇടിഞ്ഞുപോയി. ആ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നില ഇടിഞ്ഞുപോയി. ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന് ദൈവസംബന്ധമായ ആത്മാവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ എങ്ങനെയായി? സോളും ബോഡിയുള്ളവനായി. സ്പിരിറ്റ് ഡെഡായിപ്പോയി. അതുകൊണ്ടാണ് അവനോട് കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. കാണണമെങ്കിൽ, ഈ ആത്മീയ ഗോളം ഒന്ന് കാണണമെങ്കിൽ, പ്രവേശിക്കുകയല്ല, സ്വർഗരാജ്യം ഒന്ന് കാണണമെങ്കിൽ, ദൈവം വിഭാവനം ചെയ്ത ആത്മീയ ഗോളം ഒന്ന് കാണണമെങ്കിൽ നിന്റെ ആത്മാവിലൊരു വീണ്ടും ജന്മം ഉണ്ടാകണം. അല്ലാതെ എത്ര പറഞ്ഞാലും നിവൃത്തിയില്ല. റോസാപ്പൂ മണക്കാത്ത ഒരുത്തനോട് റോസാപ്പൂവിൻ്റെ മണം ഇന്നതാണെന്ന് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് അത് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? മനുഷ്യൻ്റെ ദേഹിയുള്ളൂ. ഈ ദേഹിയുടെ പേരാണ് സോൾ. ആ സോള് നമ്മൾ പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവനൊരു പേര് കൊടുത്തു. 1 കൊരിന്ത്യർ 2:14 പ്രാകൃത മനുഷ്യൻ എന്നാ. ഇംഗ്ലീഷിൽ എങ്ങനെയാ? നാച്ചുറൽ മാൻ. 1 കൊരിന്ത്യർ 2:14 രക്ഷിക്കപ്പെടാത്തവൻ്റെ പേര് നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ. അതിന് ശരിക്കുള്ള ഭാഷാന്തരം എങ്ങനെയാണെന്ന് അറിയാമോ? സോളിഷ് മാൻ എന്നാ. സോളിഷ് മാൻ. ആ 1 കൊരിന്ത്യർ 2:14 സോളിഷ് മാൻ എന്ന. അതുകൊണ്ടാണ് ഭൂമിയിലുള്ള മതങ്ങളെ മുഴുവൻ നോക്കുക, സോളിലാണ് എമോഷൻ, സോളിലാണ് മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ. നമ്മൾ നോക്കി, രക്ഷിക്കപ്പെടാത്ത ഇങ്ങനെയുള്ളവർക്കാണ് വെടിക്കെട്ട്, മണിയടിക്കുക, ഖതിന പൊട്ടിക്കുക, കാണുന്ന നല്ല മുത്തുകുടകൾ, നിറങ്ങൾ,
ഇതെല്ലാം ഏത് ഭാഗത്തെയാണ് മനുഷ്യൻ്റെ സ്പർശിക്കുന്നത്? അവൻ്റെ എമോഷനെയാണ്, അവൻ്റെ വികാരത്തെയാണ്. ആ വികാരം ഏത് ഭാഗത്താണ്? സോളിലാണ്, ദേഹിയിലാണ്. മനുഷ്യൻ്റെ ആത്മാവ് ആ മൂന്നാമത്തെ നില ഇടിഞ്ഞുപോയി. അവൻ ദൈവസംബന്ധമായി മരിച്ചു. പിന്നീട് അവൻ സോളിഷായി, നാച്ചുറൽ മാനായി, അവന് പ്രാകൃത മനുഷ്യനായി മാറി. ആ പ്രാകൃത മനുഷ്യൻ മതങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അവൻ്റെ വികാരത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ്. സാത്താൻ തന്ത്രശാലി കൂടെയാണ്. അവൻ സകല തന്ത്രങ്ങളും പ്രയോഗിച്ച് ഈ മനുഷ്യൻ്റെ ഈ വികാരത്തെ മുതലെടുക്കുന്ന എല്ലാം കൊണ്ടുവന്നു. ക്രിസ്തീയ കോളത്തിൽ പോലും നമുക്ക് ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ പോകണ്ട. നമ്മൾ ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചതിൻ്റെ ഫലമായി ആത്മാവിൽ മരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റോമലേഖനം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എർത്ത് വാസ് ഫിൽഡ് വിത്ത് കറപ്ഷൻ ആൻഡ് വയലൻസ്. ഭൂമി വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. കാരണം ആത്മാവില്ലാത്ത ദേഹി മാത്രമുള്ള മനുഷ്യൻ, അവന് എമോഷൻ, വികാരങ്ങൾക്ക് അധീനനായ മനുഷ്യൻ, അവൻ ദൈവങ്ങളെ കണ്ടുപിടിക്കുകയാണ്. മനുഷ്യനെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. എന്തെന്നറിയാമോ? മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കിയത്, അടിച്ച് പുറത്താക്കി തോട്ടത്തിൽ നിന്ന്. എന്തുകൊണ്ടാ? ദൈവം പറയുന്നുണ്ട്, ഇനി ഇവൻ ആത്മാവ് മരിച്ചുപോയി, ഇനിയും ഇവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കണം, അവനെ പുറത്താക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആത്മാവിൽ മരിച്ച മനുഷ്യനെ ദൈവം ജീവിക്കാൻ അനുവദിച്ചപ്പോൾ ലോകം വയലൻസ് കൊണ്ട്, കറപ്ഷൻ കൊണ്ടും, നമ്മളിവിടെ വായിക്കുന്ന പോലെ വഷളത്തരം കൊണ്ടും അതിക്രമം കൊണ്ടും നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മരിക്കാതെ മനുഷ്യനങ്ങ് ജീവിക്കുകയാണെന്ന് വിചാരിച്ചു, എങ്ങനെ ഇരുന്നേനെ ഈ ഭൂമി? മരിക്കാതെ അങ്ങ് ജീവിക്കാൻ നീ ജീവിച്ചോ? ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ഈ ഭൂമി അങ്ങനെ ഇരുന്നേനെ. ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ ഒക്കൂ? എവിടെ പോയി ഒളിച്ചോടും? ഒന്നും പോകാനൊക്കില്ല. നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയെ നശിപ്പിച്ചതിൻ്റെ കാരണം ഭൂമി അതിക്രമം കൊണ്ടും വഷളത്തരം കൊണ്ടും അങ്ങ് നിറഞ്ഞു. മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല. എൻ്റെ സഹോദരന്മാരെ, നമ്മളിവിടെ നോക്കുക, ദൈവം അങ്ങനെയാണ് മനുഷ്യനെ, ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവനെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കാൻ തോട്ടത്തിൻ്റെ പുറത്താക്കിയത്. അവൻ മരിക്കണം. മരണം ഒരനുഗ്രഹമാണ്. മരണം ആ വിധത്തിൽ ചിന്തിച്ചാൽ ഒരനുഗ്രഹമാണ്. കാരണം അല്ലെങ്കിൽ അവൻ എന്നേക്കും പാപിയായി ജീവിച്ചിരുന്നാൽ ഈ ലോകം എത്രയോ അതിക്രമം കൊണ്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ തീർന്നേനെ. ദൈവത്തിൻ്റെ കരുണയുടെ വലുപ്പമാണ് അവരെ പുറത്താക്കിയത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം ഒറ്റ വാക്യം വായിച്ച് ഞാൻ അവിടെ വിടാം. റോമലേഖനം 5-ാം അധ്യായം നോക്കുക, 12-ാമത്തെ വാക്യം. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മരണം ദൈവം സൃഷ്ടിച്ചതല്ല. മരണം കടന്നു വന്നതാണ്. മനുഷ്യൻ്റെ പാപം മരണം കടന്നു വരുവാനിടയായി. നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അവൻ പറിച്ച് തിന്നു. ഏക മനുഷ്യൻ്റെ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. സകല മനുഷ്യരിലും മരണം പരന്നു. കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നു. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, തെറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് ഫ്യൂണറൽ നടന്നത് എൻ്റെ സഹോദരിയുടെ കൊച്ചുമകൻ, 5 മാസമേ ഉള്ളൂ. കണ്ടാൽ സങ്കടം തോന്നും. എൻ്റെ മോള് എനിക്ക് എഴുതുകാരുന്നു, അടി ഹാർട്ട് ബ്രേക്കിംഗ്. ആ പടം കണ്ടിട്ട് ചങ്ക് തകരുന്ന പടം. കുഞ്ഞുങ്ങളിലും മരണം പരന്നു. മരണം ദൈവം സൃഷ്ടിച്ചതല്ല. മരണം മനുഷ്യൻ്റെ പാപം മൂലം കടന്നു വന്നതാണ്. മരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേർപാടെന്നാണ്. സ്പിരിച്വൽ ഡെത്ത് ഈ സ്പിരിച്വൽ സെപ്പറേഷൻ. ആത്മിക മരണം ആത്മിക വേർപാടാണ്. ദൈവത്തിൽ നിന്നൊരു വേർപാടുണ്ടായി. നീ ഭക്ഷിക്കുന്ന അന്ന് മരിക്കും. നമുക്കറിയാം, മുടിനായി പുത്രൻ്റെ ആ ഉപമകർത്താവ് പറഞ്ഞപ്പോൾ
മൂത്ത സഹോദരനോട് പറയുന്നുണ്ട്, നിന്റെ ഇളയ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയി വീണ്ടും കണ്ടുകെട്ടി. മരിച്ചവനായിരുന്നു, ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അവൻ മരിച്ചവനായിരുന്നു. നമ്മൾ ഓർക്കണം, മരണമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്പറേഷൻ, വേർപാട് എന്നുള്ളതാണ്. എന്നാൽ സാധാരണ മരണം എപ്പോൾ വേണേലും കടന്നു വരാം. എന്നാൽ നമ്മുടെ ബൈബിളിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു ഭാഷയിലും സാഹിത്യത്തിലും പറയാത്ത ഒരു ഭാഗം ബൈബിളിലുണ്ട്. അത് സഭാപ്രസംഗി 12-ാം അധ്യായമാണ്. ഒരു പ്രസംഗത്തിന് ഉതകുന്ന ഒരു ഭാഗമാണ്. അതായത് മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭാപ്രസംഗി 12-ാം അധ്യായം. ഞാനതിരുന്ന് ഒരുപാട് വായിക്കുകയും ധ്യാനിക്കുകയും നോട്ട്സൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. പക്ഷേ അതെനിക്ക് എടുക്കാൻ നിവൃത്തിയില്ല. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ അവിടെ അതിൻ്റെ 1-ാം വാക്യത്തിൽ യൗവനക്കാരോട് പറയുകയാണ്, നിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തോണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 2-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ 2 തൊട്ട് 7 വരെ ദ മോസ്റ്റ് ഇമാജിനേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്. അതായത് ഏത് സാഹിത്യത്തിലും ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രയോഗമാണ് വാർദ്ധക്യവും മരണവും. സാധാരണ മരണം സംഭവിക്കുന്നത് പ്രായം ചെന്നിട്ട് മരിക്കുകയാണ്, അല്ലെങ്കിൽ അപകടമോ രോഗമോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സാധാരണ മരിക്കുന്നത് വാർദ്ധക്യം ചെന്നാണ്. അങ്ങനെ മരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് നോക്കി, ബൈബിളുള്ളവർ നോക്കുക. അതിൻ്റെ 3-ാം വാക്യം ജീവിതത്തെ ഒരു വീടിനോട് ഉപയോഗിച്ച്. അന്ന് വീട്ടുകാർ, നമ്മൾ നേരത്തെ കണ്ടു, കൂടാരം, വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അത് ഈ വീടിനോട് ഉപയോഗിക്കുകയാണ് നമ്മുടെ ശരീരം. ഈ സാഹിത്യ ഭാഷയാണത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? കാവൽക്കാർ വിറയ്ക്കും. ശരീരത്തിൻ്റെ കാവൽക്കാരാണ് കയ്യും കാലും. അത് വിറയ്ക്കും. പാർക്കിൻസൺസ് ഒക്കെ വന്ന് വിറയ്ക്കും. 2, ബലവാന്മാർ കുനിയും, മുട്ടും കാലുമൊക്കെ വയ്യാതാകും. അരയ്ക്കുന്നവർ ചുരുക്കമാകും, പല്ലിൻ്റെയൊക്കെ എണ്ണം കുറയും. കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. കണ്ണാടിയൊക്കെ വേണം, ശരിക്ക് കാണാനൊക്കെ വയ്യാതാകും. തെരുവീതിയിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും എന്ന് പറഞ്ഞാൽ കേൾവിയൊക്കെ കുറയും. പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. പിള്ളേരൊക്കെ കണ്ടില്ലേ, നമ്മൾ പറയും പോത്തുപോലെ ഉറങ്ങുകയാണ്. അവരെങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാലും ഉറങ്ങും. പ്രായം ചെന്നവർക്കൊരു ചെറിയ ശബ്ദം മതി ഉണരും. 6, 7 പാട്ടുകാരൊക്കെ തളരും. വോക്കൽ കോഡൊക്കെ ബലം ക്ഷയിക്കും. അന്ന് കയറ്റത്തെ അവർ ഭയപ്പെടും. 5-ാം വാക്യം. നമുക്കറിയാം, ബദാം വൃക്ഷം പൂക്കും. തലയിലോട്ടൊന്ന് നോക്കിയാൽ ബദാമാണ്, എല്ലാം വെളുത്തു വരും, എല്ലാം അത് പൂത്തു വരും. 10 തുള്ളൻ ഇഴഞ്ഞ് നടക്കും. അത് ഒരു പ്രയോഗമാണ്. ഒത്തിരി പ്രായം ചെന്നവരെ വടിയും കുത്തി നടക്കുന്ന കണ്ടോ, തുള്ളൻ പോകുന്ന പോലെ. അവസാനം രോചനക്കുരു ഫലിക്കാതെ എത്ര മരുന്ന് കഴിച്ചാലും ഗുണമില്ല. മരുന്ന് കഴിച്ചിട്ടൊന്നും ഗുണമില്ല. രോചനക്കുരു ഫലിക്കാതെ വരും. അവസാനം സിൽവർ കോഡ്. 6-ാം വാക്യം. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ജീവിതം തൂങ്ങിക്കിടക്കുന്ന വെള്ളിച്ചരട് പൊട്ടും, ആ പൊൻകിണ്ണം തകർന്നു പോകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ ജീവിതം തകരുകയാണ്, മരിക്കുകയാണ്. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മരിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം നോക്കി. 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. 7-ാം വാക്യം. പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. വണ്ടർഫുൾ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങിപ്പോകും. മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കും ശരീരം. പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള, അതുകൊണ്ടാണ് പൗലോസും പത്രോസും രേഖപ്പെടുത്തിയത് ടെൻ്റ് എന്നാണ്, കൂടാരം. നമുക്കറിയാം, കൂടാരം, പൗലോസ് ഒരു കൂടാര പണിക്കാരനായിരുന്നു. പൗലോസിനറിയാം കൂടാരമൊക്കെ റിപ്പയർ ചെയ്യാം. പൗലോസ് ഒരുപാട് കൂടാരം റിപ്പയർ ചെയ്തിട്ടുണ്ട്. മരുന്ന് കഴിച്ചും
വ്യായാമം ചെയ്തും നന്നായിട്ട് ഉറങ്ങിയുമൊക്കെ കുറച്ചുകൂടെയൊക്കെ ആരോഗ്യം കീപ്പ് ചെയ്യാം. പക്ഷേ പൗലോസിനറിയാം, എത്ര ശ്രമിച്ചാലും ഈ കൂടാരം ഒരു ദിവസം വീഴും. ഈ കൂടാരം വീഴുമ്പോൾ ഈ കൂടാരത്തിൽ വസിക്കുന്ന ചിലരുണ്ട്, എന്തോ സംഭവിക്കും, അവരങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോകും. അത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. പൊടി കൊണ്ട് പൊടിയിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ആ കൂടാരത്തിൽ വസിച്ചവർ പുറത്തു വന്നിട്ട് അവരെവിടെ പോകും? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങും. ദേഹവും ദേഹിയും മടങ്ങി ദൈവത്തിൻ്റെ അടുക്കലോട്ട് പോകും. എന്തോ ഒരു ഡിസ്ക്രിപ്ഷനാണ് നോക്കിയേ. മരണത്തെക്കുറിച്ചുള്ള മനോഹരമായി ഞാൻ ഓർപ്പിച്ചു, ഒരു ഭാഷാ സാഹിത്യത്തിലും പറഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഈ ഭാഗമെന്നുള്ളത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞ്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഈ മരിക്കുന്ന സമയം നമ്മൾ ഓർക്കുക, ഈ സോള്, ആ ദേഹിയും ആത്മാവും കൂടെ എങ്ങോട്ട് പോകും? വാട്ട് ഹാപ്പൻസ് ടു ദ സോൾ ആഫ്റ്റർ ഡെത്ത്? മരിക്കുമ്പോൾ, മരണം നമുക്ക് പരിചയമാണ്. ഈ മരിക്കുമ്പോൾ ഈ സോളിനും ആത്മാവിനും, അതായത് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചാൻ പോട്ടെ. കർത്താവ് മരിച്ചുയർത്ത ശേഷം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക്, വിശ്വാസികളുടെ മരണത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഉറക്കം എന്നാണ്. സ്ലീപ്പ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറക്കം എന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഉറങ്ങിയവരെ ഉണരും. പക്ഷേ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഈ ഉറക്കമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഭാഗത്തിനാണ്? നിങ്ങളൊന്ന് എടുത്തേ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്, ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹിയും ആത്മാവും ഉറങ്ങുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യം നോക്കിയാട്ടെ. 27-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നോക്കുക. യേശു 27-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. യെസ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവിടെ നോക്കിയേ. നിദ്ര പ്രാപിച്ചത് എവിടെവാ? നിദ്ര പ്രാപിച്ച ശരീരങ്ങൾ. നിദ്ര പ്രാപിച്ചത്, മരിക്കുമ്പോൾ നിദ്ര പ്രാപിക്കുന്നത് ശരീരങ്ങളാണ്. ദ ബോഡീസ് ദാറ്റ് ആർ സ്ലെപ്റ്റ്, ബോഡീസ് ദാറ്റ് ആർ സ്ലെപ്റ്റ്, അവരുടെ ശരീരങ്ങളാണ് ഉറങ്ങുന്നത്. അവരുടെ ദേഹിയും ആത്മാവും ഉറങ്ങുന്നില്ലേ? അത് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. നമ്മുടെ കർത്താവ് ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഏറ്റവും മനോഹരമായ ഭാഗം ഇതുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ധനവാന്റെയും ലാസറിൻ്റെയും ആ ഭാഗമാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്, ആ മരണത്തിൻ്റെ തിരശ്ശീല മാറ്റി ദൈവം പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ആ ഭാഗമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസ് 16 എടുത്താട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. ഞാൻ പറയുന്ന ചില ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം കർത്താവ് തിരശ്ശീല മാറ്റി കാണിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ലഭിച്ച വെളിപ്പാടുകളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായി പറഞ്ഞ വേറെ ഒരു ഭാഗമില്ല. ഇത് പലരും ധരിച്ചിരിക്കുന്നത് ഇതൊരു ഉപമയാണെന്ന്. ഉപമയല്ല. നോക്കിക്കാട്ടെ, 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ലൂക്കോസ് 16:19. ഇങ്ങനെയാണ് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. There was a certain rich man. There was. ആരായി പറയുന്നത്? കർത്താവാ പറയുന്നത്. 20-ാം വാക്യം നോക്കിക്കട്ടെ. ലാസർ എന്ന പേരുള്ളൂ ദരിദ്രൻ വിളം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഇതൊരു ചരിത്ര സംഭവമാണ്. ഈ ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. കർത്താവിന് പേരറിയാഞ്ഞിട്ടാണോ? അല്ല, കർത്താവിന് പേരറിയാം. പക്ഷേ അവൻ്റെ പേര് കർത്താവ് അന്നേരം പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച്.
സമൂഹം അവരെ ജീവിക്കാൻ അനുവദിക്കുമോ? വലിയ പ്രശ്നമായനെ കർത്താവ് പേര് പറഞ്ഞാൽ. കർത്താവ് അതുകൊണ്ട് പേര് പറഞ്ഞില്ല. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അത് ചരിത്ര സംഭവമാണ്. ഒരുപക്ഷെ കർത്താവ് ജീവിച്ചിരുന്ന ആ സമയത്ത് തന്നെ മരിച്ചതാണ്. ഈ തിരശ്ശീല മാറ്റി നമ്മളെ കാണിക്കുകയാണ്. റിച്ച് മാൻ ഓൾസോ ഡൈഡ്, 22-ാം വാക്യം, അതിൻ്റെ 23-ാം വാക്യം. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അടക്കിയത് ഏത് ഭാഗമാ? ശരീരമാണ്. പക്ഷെ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. മേലോട്ട് നോക്കി. ഏത് ഭാഗമാണത്? ദേഹിയും ആത്മാവും. ഈ ധനവാന് നല്ലൊരു അടക്കം കിട്ടി, കാരണം അവൻ ധനവാനാണ്. അവൻ്റെ ദേഹം അടക്കി വളരെ ആഡംബരത്തോടെ അവൻ്റെ ധനത്തിന് ഒത്തവണ്ണം അടക്കം നടന്നു. പക്ഷേ അവൻ്റെ ദേഹിയും ആത്മാവും പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. സഹോദരന്മാരെ, ഇത് തമ്മിൽ സമയത്തിന് വ്യത്യാസമില്ല. മരിച്ചു, ഉടനെ ആത്മാവ് പോയി, ദേഹിയും ആത്മാവും പാതാളത്തിൽ പോയി. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 26-ാം വാക്യം നോക്കിയാട്ടെ. 26-ാം വാക്യം. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ട്, അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വരാൻ സാധിക്കില്ല. ഇവിടെ എന്നോ പ്രാർത്ഥന കഴിച്ചാലും, ഇവിടെ എന്തെല്ലാം കുർബാന നടത്തിയാലും അങ്ങോട്ട് പോയെടുത്തുനിന്ന് പിന്നെ മാറ്റാനൊക്കത്തില്ല. കർത്താവ് അതിനൊരു ഫിക്സഡ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. ഇവിടെ വലിയൊരു വെളിച്ചം തരുന്നു. ഒരു ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ എങ്ങോട്ടാ പോകുന്നത്? പാതാളത്തിലോട്ട്. ഈ പാതാളം എന്നുള്ളത് ഗ്രീക്ക് ലാംഗ്വേജിൽ ഹേഡീസ് എന്നാണ്. നരകമല്ല, ഹേഡീസ് എന്നാണ്. എബ്രായ വാക്കിൽ പഴയ നിയമത്തിൽ അതിന് ഷിയോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷിയോൾ എന്നും ഹേഡീസ് എന്നും പറഞ്ഞാൽ ഒരേ സ്ഥലമാണ്. അവിടെ ആത്മാക്കൾ മാത്രമാണ് ഉള്ളത്, അവിടെ ശരീരമില്ല. ശരീരത്തോടു കൂടെ അവരെ തെള്ളിയിടുന്ന സ്ഥലത്തിൻ്റെ പേര് ഗീഹന്ന എന്നാണ്. ഗീഹന്ന, തീപ്പൊയ്ക. അത് സ്ഥലമല്ലിത്. ആ ഗീഹന്നയിൽ മനുഷ്യൻ വീഴുമ്പോൾ അവന് പുനരുത്ഥാനം പ്രാപിച്ച് ശരീരം കൂടെ കിട്ടും. എന്നാൽ ഇവിടെ മനുഷ്യൻ മരിച്ച ഉടനെ പാതാളത്തിൽ പോയി. ഈ ലാസറിന് അവനെ അടക്കിയോന്ന് നമുക്കറിയത്തില്ല. സാധാരണ ഇങ്ങനെയുള്ളവരെ, ഭിക്ഷക്കാരെയൊക്കെ അവർ ശരീരത്തെ എറിഞ്ഞു കളയുന്ന സ്ഥലമാണ് ഹിനോം വാലി എന്ന് പറയുന്ന ഒരു താഴ്വര. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുക. അവിടെ മൃഗങ്ങളും വേണ്ടാത്ത ശരീരങ്ങളൊക്കെ എറിഞ്ഞു കളയും. അതിങ്ങനെ കത്തും. ഒരുപക്ഷെ അവിടോട്ടായിരിക്കും ഈ ധനവാൻ ഈ ലാസറിൻ്റെ ശരീരം എടുത്തെറിഞ്ഞത്. അല്ലെ, അവനെ അടക്കാനൊന്നും ആരും കാണത്തില്ല. പക്ഷേ അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി അബ്രഹാമിൻ്റെ മടിയിലോട്ട് കൊണ്ടുപോയി. ഇവിടെ നമുക്ക് ഒരു കാര്യം ഞാനിവിടെ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരും പാതാളത്തിലോട്ടാണ് പോയത്. ഉൽപ്പത്തി പുസ്തകം 37:35 യാക്കോബ് യോസെഫിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ പറഞ്ഞ വാക്കാണ് ഉൽപ്പത്തി 37:35. ഷുവർലി ഐ വിൽ ഗോ ഡൗൺ ടു ഷിയോർ ഇൻ മോർണിംഗ് ഓഫ് മൈ സൺ. തീർച്ചയായിട്ടും ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. യോസെഫ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ബെഞ്ചമിനെ ഈജിപ്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും വന്നാൽ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലോട്ട് ഇറക്കും. 44:29. മാത്രമല്ല ദാവീദ് പറയുന്നുണ്ട്, സങ്കീർത്തനം 16:10, യു വിൽ നോട്ട് അബാൻഡൻ മൈ സോൾ ടു ഷിയോൾ. നീ എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ വിട്ടുകളയില്ല. കോരഹപുത്രന്മാർ 49 സങ്കീർത്തനത്തിൻ്റെ 15, ഗോഡ് വിൽ റിഡീം മൈ സോൾ ഫ്രം ദ പവർ ഓഫ് ഷിയോൾ. ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ വിടുവിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ യാക്കോബ്, ദാവീദ്, കോരപുത്രന്മാർ, ഇസക്കിയ രാജാവ്, ഇങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചപ്പോഴും പോയത് എങ്ങോട്ടാ? പാതാളത്തിലോട്ടാ. ദുഷ്ടന്മാർ പോയത് എങ്ങോട്ടാ? നോക്കുക, സങ്കീർത്തനം 9:17 നോക്കിക്കേ. സങ്കീർത്തനങ്ങൾ 9:17 വാക്യം. ദുഷ്ടന്മാരെങ്ങോട്ടാ പോയെന്ന് നോക്കാം. സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ 17 വാക്യം. 9:17. ദുഷ്ടന്മാരും വായിച്ചു.
അപ്പൊ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും പോകുന്നത് എങ്ങോട്ടാ? പാതാളത്തിലോട്ടാ. ഇതുവരെ നമ്മൾ കണ്ടത് നീതിമാന്മാര് മരിക്കുമ്പോഴും പഴയ നിയമത്തിൽ പാതാളത്തിലാ പോയത്. ഒരു വാക്യം കൂടെ നോക്കി, സങ്കീർത്തനങ്ങൾ 31:17 നോക്കി. സങ്കീർത്തനങ്ങൾ 31:17. യെസ്, ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. അപ്പം ദുഷ്ടന്മാര് മരിക്കുമ്പോഴും പാതാളത്തിൽ പോയി, നീതിമാന്മാർ മരിക്കുമ്പോഴും പാതാളത്തിൽ പോയി. സങ്കീർത്തനം 49:13-14 ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 49:13-14. യെസ്, ഒരു കാര്യം വ്യക്തമാണ്, അതായത് ദുഷ്ടന്മാരും പാതാളത്തിൽ പോയി, നീതിമാന്മാരും പാതാളത്തിൽ പോയി. എന്നാൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണോ കിടക്കുന്നത്? ദാവീദിൻ്റെ ഒരു വാക്ക് വെളിച്ചം തരികയാണ്. 86 സങ്കീർത്തനം എടുത്താട്ടെ. ദാവീദ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 86 സങ്കീർത്തനം 12-13 വാക്യം. 12-13. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. യു ഹാവ് ഡെലിവേർഡ് മൈ സോൾ ഫ്രം ദ ലോവസ്റ്റ് ഷിയോൾ. ആ വാക്ക് കണ്ടോ? ദുഷ്ടന്മാരും പാതാളത്തിൽ പോയി, നീതിമാന്മാരും പാതാളത്തിൽ പോയി. എന്നാൽ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നെ സ്തുതിക്കും, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചു. ഭാഷാ പ്രയോഗത്തിന് 3 പ്രയോഗമുണ്ട്: ലോ, ലോവർ, ലോവസ്റ്റ്. ദാവീദ് ഇവിടെ പറയുന്നത് യു ഹാവ് ഡെലിവേർഡ് മൈ സോൾ ഫ്രം ദ ലോവസ്റ്റ് ഷിയോൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ദുഷ്ടന്മാരെങ്ങോട്ടാ പോയത്? ഏറ്റവും താഴെയുള്ള പാതാളത്തിൽ. നീതിമാന്മാർ ഭരിക്കുമ്പോഴോ മുകളിലുള്ള പാതാളത്തിന്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോസീഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ആ കാലഘട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ജോസീഫസ് രേഖപ്പെടുത്തി, മുകളിലുള്ള പാതാളത്തിന് യഹൂദന്മാർ വിളിച്ചിരുന്നത് അബ്രഹാമിൻ്റെ മടി എന്നാണ്, ആശ്വാസത്തിൻ്റെ സ്ഥലമെന്നാണ്, പറുദീസ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ കർത്താവ് ക്രൂശിൽ വെച്ച് രക്ഷിക്കപ്പെട്ട കള്ളനോട് എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. കർത്താവ് മരിച്ച ശേഷം 3 ദിവസം അവൻ്റെ ആത്മാവ് എവിടെയായിരുന്നു? ദ സോൾ ഓഫ് ക്രൈസ്റ്റ്. 3 ദിവസം കർത്താവിൻ്റെ ആത്മാവ്. നമ്മൾ പുനരുത്ഥാന രാവിലെ യോഹന്നാൻ 20:17 പുനരുത്ഥാനത്തിൻ്റെ രാവിലെ മറിയോട് പറയുന്നുണ്ട്, എന്നെ തുടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. അന്ന് വൈകിട്ട് യോഹന്നാൻ 20:19 ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നെ തൊട്ടു നോക്കുക. രാവിലെ പറഞ്ഞു തൊടരുത്, വൈകിട്ട് പറഞ്ഞു തൊട്ടു നോക്കാൻ. അപ്പോൾ അവിടെ തുടരുതെന്ന് പറഞ്ഞത് പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, വൈകിട്ട് തൊടാൻ പറഞ്ഞത് പിതാവിൻ്റെ അടുക്കൽ താൻ കയറിപ്പോയിട്ട് വന്നു. അപ്പോൾ മരിച്ചിട്ട് 3-ാം ദിവസമാണല്ലോ പുനരുത്ഥാനം പ്രാപിച്ചത്. ഈ 3 ദിവസം കർത്താവിൻ്റെ ആത്മാവ് എവിടെയായിരുന്നു? ഈ മുകളിലുള്ള പാതാളത്തിലായിരുന്നു. അവൻ്റെ ശരീരം അരിമത്യയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കി. അവൻ്റെ ആത്മാവ് മുകളിലുള്ള പാതാളത്തിലേക്ക് പോയി. പ്രവചനം സങ്കീർത്തനം 16:10 നോക്കാട്ടെ. സങ്കീർത്തനം 16:10 കർത്താവിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. സങ്കീർത്തനങ്ങൾ 16:10. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. കർത്താവിന്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. അവന്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയത്തില്ല. 3-ാം ദിവസം അവൻ പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. ആ മുകളിലെ പാതാളത്തിൽ നിന്ന് കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ നമ്മൾ എടുക്കുന്നില്ല. എഫേസ്യ ലേഖനം 4:8-10 വരെ, സങ്കീർത്തനം 68:18 ബദ്ധന്മാരെയും കൊണ്ടാണ് പോയത്. പഴയ നിയമ ഭക്തന്മാരെല്ലാം ആ ഉയരത്തിലെ പാതാളത്തിലായിരുന്നു. കർത്താവ് അവിടെ ചെന്ന് അവൻ നിർവഹിച്ച ക്രൂശ് മരണം അവരോട് പറഞ്ഞു. അവരുടെ ആത്മാക്കളെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയി.
പല പണ്ഡിതരും വിശ്വസിക്കുന്നു. ആ പുനരുത്ഥാന രാവിലെ മറിയെ പൂന്തോപ്പിൽ വെച്ച് കാണുമ്പോൾ ഈ പഴയ നിയമ ഭക്തരുടെ ആത്മാക്കൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് കാഴ്ചയാക്കി. അവൻ അവിടെ നിന്ന് അന്ന് വൈകിട്ട് വന്ന് ശിഷ്യന്മാരോട് എന്നെ തൊട്ടു നോക്കാൻ പറഞ്ഞു. ഇന്ന് ആ മുകളിലുള്ള പാതാളം എംറ്റിയാണ്. ഇന്നത് ശൂന്യമാണ്, അവിടെ ആരുമില്ല. ഇന്നും ദുഷ്ടന്മാർ മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്? താഴെയുള്ള പാതാളത്തിൽ പോകും. അത് യാതന സ്ഥലമാണ്. ധനവാൻ യാതന അനുഭവിക്കുന്നു. അവൻ്റെ ശരീരം അടക്കപ്പെട്ടു. എന്നാൽ ദേഹിയിലും ആത്മാവിലും ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള അനുഭവം പോലെ തന്നെയുള്ള അനുഭവം അവനുണ്ടായിരുന്നു. പൗലോസ് 14 വർഷം മിണ്ടാതിരുന്നിട്ട് പൗലോസ് മിണ്ടുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ നോക്കിയാട്ടെ, ഇതോട് ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം. യെസ്, 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 2-ാം വാക്യം, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, 14 സംവത്സരം മുമ്പ് 3 സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. എന്നിട്ട് അടുത്ത ഭാഗമൊന്ന് കുറിക്കൊള്ളണേ, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയൊന്നും ഞാൻ അറിയുന്നില്ല. എനിക്കറിയില്ല ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. ഇതേത് സംഭവമാണ്? പണ്ഡിതന്മാർ ഇത് കണക്കാക്കി നോക്കിയപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 14-ന്റെ 19-20 വാക്യം, ലുസ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. പൗലോസ് മരിച്ചെന്ന് കരുതി. പൗലോസിൻ്റെ ശരീരം അവിടെ നിന്ന് പട്ടണത്തിന് പുറത്തോട്ട് വലിച്ചടിച്ചുകൊണ്ട് വന്നു. അവൻ മരിച്ചെന്ന് കരുതി വലിച്ചതാണ്. ആ ശരീരത്തിന് ചുറ്റും ആളുകൾ നിൽക്കുമ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. പൗലോസിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കല്ലെറിഞ്ഞപ്പോൾ. ആ ശരീരം അവിടെ കിടക്കുകയാണ്. മരിച്ചെന്ന് കരുതി ആളുകൾ ഇരിക്കുകയാണ്. പക്ഷെ ദേഹിയും ആത്മാവും 3 സ്വർഗത്തോളം എടുത്തുള്ളപ്പെട്ടു. ഇവിടെ ഒരു സത്യം ഓർക്കുക, ആ ശരീരത്തിൽ നിന്ന് ആത്മാവും ദേഹിയും വേർപെട്ട് കഴിഞ്ഞാൽ എന്താണ് അനുഭവം? പൗലോസ് പറയുന്നു, ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെയുള്ള അനുഭവം. ധനവാൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുകയാണ്, ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ തരണം. ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള അനുഭവം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവം. എനിക്ക് ശരീരമില്ലെന്നേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ച് നമ്മളെ വിട്ട് അവർക്ക് നമ്മളെ കാണാൻ കഴിയുമെന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അത് അവസാനം വേണമെങ്കിൽ അതിനൊക്കെ മറുപടി തരാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അവർക്ക് ഓർമ്മയുണ്ട്, അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്, അവർക്ക് മറവിയൊന്നുമില്ല. ആ പൗലോസ് പറഞ്ഞ പോലെ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്നറിയില്ല. അതേ അനുഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പഴയ നിയമ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ മുകളിലുള്ള പാതാളത്തിൽ പോയി. കർത്താവിൻ്റെ മരണ പുനരുത്ഥാന ശേഷം അവരെയും കൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് പോയി. ഇന്ന് ഈ കർത്താവിൻ്റെ മരണ പുനരുത്ഥാന ശേഷം ഒരു വിശുദ്ധൻ മരിക്കുകയാണെങ്കിൽ അവന് എങ്ങോട്ടാ പോകുന്നത്? 2 വാക്യം, 2 കൊരിന്ത്യർ 5-ന്റെ 8-ാം വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ. അതിൻ്റെ 6-ാം വാക്യം കൂടെ ചേർത്തൊന്ന് വായിക്കാം. ഞങ്ങളെപ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന്. ഇത് 2ഉം കൂടെ ചേർത്ത് വായിച്ചേ. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്, ശരീരം വിട്ടാൽ കർത്താവിനോട്. ഓ വണ്ടർഫുൾ. മരണത്തെ എന്തിനു ഭയപ്പെടണം? എൻ്റെ പ്രിയപ്പെട്ടവർ എവിടെയാണെന്ന് എനിക്കറിയാം. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്, ശരീരം വിട്ടാലോ കർത്താവിനോട് കൂടെ. ജയൻ ഡാർവിയോട് ചോദിച്ചു, ബ്രദർ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഡെത്ത്? നിനക്ക് മരണത്തെക്കുറിച്ചുള്ള നിന്റെ ചിന്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ജയൻ ഡാർവി പറഞ്ഞു, എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് എന്നോടുകൂടെ, ഞാൻ മരിക്കുമ്പോൾ ഞാൻ കർത്താവിനോടുകൂടെ. വണ്ടർഫുൾ. നമ്മുടെ പ്രത്യാശ എന്ത് വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ വിട്ടുപിരിഞ്ഞു, പക്ഷേ അവർക്ക് ഓർമ്മയുണ്ട്,
അവർക്ക് അനുഭവങ്ങളുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ ശരീരത്തിലാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. മൂന്നാം സ്വർഗം എടുത്തുള്ളപ്പെട്ടു. ഏതാണ് ഈ മൂന്നാം സ്വർഗം? 3 സ്വർഗം. ഒന്ന് ഒന്ന് പക്ഷികൾ പറക്കുന്ന സ്വർഗം, 2 നക്ഷത്രങ്ങൾ തിളങ്ങുന്ന സ്വർഗം, 3 അതിൻ്റെ മുകളിൽ ദൈവം വസിക്കുന്ന സ്വർഗം. അതാ മൂന്നാം സ്വർഗം. അവിടോട്ടാണ് എടുത്തുള്ളപ്പെട്ടെ. ഇവിടെ പൗലോസ് പറയുകയാണ്, ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടി. ഒരു വാക്യം കൂടെ അതോട് ചേർത്ത് പറയാം. ഫിലിപ്പ് ലേഖനം 1:23. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ ടു ബി ആബ്സെന്റ് ഫ്രം ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. സ്കൂളിൽ ചെന്ന സാറന്മാർ ഹാജർ വിളിക്കും, ജോൺ ബി തോമസ് പ്രസന്റ് സർ. സ്വർഗത്തിലൊരു പേര് വിളിക്കും. ആ പേര് വിളിക്കുമ്പോൾ ടു ബി ആബ്സെന്റ് ഫ്രം ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. അവിടെ പ്രസന്റാണ്. മരണം വിശ്വാസിയെ സംബന്ധിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ രേഖപ്പെടുത്തി, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിപ്പാൻ. നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നമുക്ക് എത്രയോ ആശ്വാസമാണ്. അവരെന്തെവിടെയാണ്? അവർ വിശ്രമിക്കുകയാണ്. ദാനിയേലിനോട് പറഞ്ഞു, നീ പോയി വിശ്രമിച്ച് നിന്റെ ഓഹരിക്കായി അവസാനം എഴുന്നേറ്റ് വരിക. വെളിപാട് ദിവസം 14:13 ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കും. നമ്മളെ വിട്ടുപിരിഞ്ഞവരൊക്കെ വിശ്രമിക്കുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ മരണത്തിൻ്റെ ശേഷം അവരുടെ ഗതി മാറ്റുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് ആ ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഒരു സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് കിടക്കും. അത് മാറ്റാൻ, ഗതി മാറ്റാൻ സാധിക്കുകയില്ല. സഹോദരന്മാരെ, ഞാനിവിടെ നിർത്തുന്നു. എന്തൊരു പ്രത്യാശയാണ് നമ്മുടേത്. മനുഷ്യൻ എത്രയോ പ്രത്യേകതയുള്ളവനാണ്. മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പോൾ ത്രിയേക ദൈവം ത്രിഭാഗ പ്രകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്നിൻ്റെയും ഫങ്ഷൻ നമ്മൾ കണ്ടു. ശരീരം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ, നമുക്ക് ജോലി ചെയ്യുവാൻ, നമുക്ക് അധ്വാനിപ്പാൻ ഒരു ശരീരം ആവശ്യമാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്. ഈ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് ആത്മാവ് നമ്മുടെ ദേഹിയെ നിയന്ത്രിച്ച് ശരീരത്തെ നിയന്ത്രിക്കണം. അത് വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ കഴിയുള്ളൂ. വീണ്ടും ജനിക്കാത്തവർ ആത്മാവിൻ്റെ നിയന്ത്രണമില്ല. അവൻ്റെ പേരാണ് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, സോളിഷ് മാൻ. അവനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്. നമുക്ക് തുടർന്നും ഇത് പഠിക്കാം. നമ്മൾ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തരാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയത് കൊണ്ട് നമുക്ക് വിവേകമുണ്ട്. നമുക്ക് ദൈവത്തോട് സംസർഗം സാധിക്കും. നാം ഭാഗ്യശാലികളാണ്, ധന്യരാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എവിടെയാണെന്ന് നമുക്കറിയാം. അവരുടെ ശരീരം മാത്രം ഇവിടെ നിദ്രയ്ക്കേൽപ്പിച്ചു. അവരുണരും. അതുകൊണ്ടാണ് അതിന് നിദ്രയെന്ന് പറഞ്ഞത്. എന്നാൽ അവരുടെ ആത്മാവും ദേഹിയും വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ, മൂന്നാം സ്വർഗത്തിൽ, അവിടെ അവർക്ക് അനുഭവങ്ങളുണ്ട്, ഓർമ്മയുണ്ട്, നമ്മളെക്കുറിച്ച് അവർക്ക് അറിയാം. ഇതെല്ലാം ഉണ്ട്. ആ ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ കൃത്യം സമയം പാലിച്ചാണ് ക്ലാസ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കണം, ഭയങ്കര സന്തോഷം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഏകദേശം ഒരു അറിവ് ഈ മരണത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചൊക്കെ നമുക്കുണ്ട്. എന്നാൽ ശരിയായിരിക്കുന്ന നിലയിലൊരു അറിവ് ഇന്ന് പലർക്കും ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം നിങ്ങൾക്കൊരു സംശയങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. വരുന്ന ദിവസം കടന്നു വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും, നമ്മൾ വിശ്വാസ സമൂഹത്തിൽ പോലും പലർക്കും അറിയാൻ പാടില്ലാത്ത വിഷയമാണ് ഇന്ന് കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചത്. ദേഹം, ദേഹി, ആത്മാവ്,
അതിനെക്കുറിച്ച് ശരിയായ വണ്ണം ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ പോലും അതിൻ്റെ ശരിയായിരിക്കുന്ന അതിൻ്റെ വിവരണം കൊടുക്കുവാനായിട്ട് നമ്മളിൽ പലരും, നമുക്ക് ഏകദേശം ഒരു അറിവുണ്ട്, പക്ഷേ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് അത് ഏകദേശം ഒരു അറിവിലേക്ക് എല്ലാവരും വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ആലോചിക്കുകയായിരുന്നു. അധികം സമയം എടുക്കുന്നില്ല, പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന വർക്കിച്ചായൻ തൻ്റെ മകൻ മരിച്ച് മോർച്ചറിയിലിരിക്കുമ്പോൾ അന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചു അതിവിശുദ്ധ വിശ്വാസത്തെക്കുറിച്ച്. എന്നെ അത്ഭുതപ്പെടുത്തി ഞാനത് കേട്ടപ്പോൾ. തൻ്റെ മകൻ മരിച്ച് മോർച്ചറിയിലിരിക്കുന്ന സമയത്ത് ഇന്ന് ആ ദൈവദാസനോട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ആ മകൻ്റെ വേർപാടിൽ പോലും വിശ്വാസത്തിൻ്റെ ആ മഹത്വം പ്രസംഗിക്കുവാനായിട്ട് തൻ്റെ ദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മാത്രം ഒരു പ്രത്യേകതയാണത്. നമുക്ക് മാത്രം ലഭിക്കുന്നതാണത്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന എല്ലാവരും, നിങ്ങൾ അടുത്ത ദിവസങ്ങൾ കടന്നു വരാൻ ഇടയായി തന്നെ കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വയ്യ ആൾക്കാർ പലരും ഇവിടെ ഇരിക്കേണ്ടത് എനിക്കറിയാം. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. കടന്നു വന്ന എല്ലാവർക്കും കർത്താവിന് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ MP ജോസഫ് ബാബുച്ചാൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയും. പിന്നെ നിങ്ങൾ സംശയങ്ങൾ അടുത്ത ആഴ്ച എഴുതി കൊണ്ടുവരികയാണെങ്കിൽ ഞാനൊരു ബോക്സ് വയ്ക്കാം. ആ ബോക്സിൽ സംശയങ്ങൾ എന്തും ആയിക്കോട്ടെ, ഏത് സംശയത്തിനും ഈ ക്ലാസ്സിൻ്റെ അവസാന നിമിഷങ്ങളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ കർത്താവിൻ്റെ ദാസൻ മറുപടി പറയും. അടുത്ത ആഴ്ച കൃത്യം 5:30 തന്നെ, എത്ര സമയമുണ്ടെങ്കിലും ആൾ സംസാരിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് പാട്ട് പാടി ഇനി അധികം സമയം കളയില്ല. അടുത്ത ആഴ്ച കൃത്യം 5:30 ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഒന്ന് പാടി ഉടനെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന് നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാം നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ സഭയുള്ള ബന്ധത്തിലും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അനവധി പ്രിയപ്പെട്ടവരെ വിളിച്ചവർ പലരും ഇന്ന് പല കാരണങ്ങളെ കൊണ്ട് കടന്നു വരാൻ സാധിച്ചിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കടന്നു വന്ന് ഈ വിഷയം പ്രത്യേകിച്ച് മനസ്സിലാക്കുവാനായിട്ട്, പ്രത്യാശ വർദ്ധിപ്പിക്കുവാനായിട്ട്, ദുഃഖിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഇപ്പോൾ വേണമെങ്കിലും മരിക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. കർത്താവിനോട് കൂടെ ചേരുമെന്നുള്ള ആ പ്രത്യാശാപരമായ വാക്കുകൾ കേട്ട് സന്തോഷത്തോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ MP ജോസഫ്. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനസ്സിലുള്ള പിതാവേ, സർവാശ്വാസം നൽകി തരുന്ന ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഈ സഭാ ഹാളിൽ ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം തിരുമേനി ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായിട്ട് നാഥ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചത് ഭയങ്കരവും അതിശയകരമായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നാഥ, സൃഷ്ടിയുടെ മകുടമായിട്ട് തന്നെ കർത്താവെ മനുഷ്യനെ മെടഞ്ഞ ദൈവത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾ എത്ര ഘനമേറിയത് കർത്താവെ, അത് നിത്യതയോളം കർത്താവെ അത് വരുന്നതാണല്ലോ. അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൂത് കർത്താവെ, അതേ മരണഭീതിയാ ആയിരുന്ന ഞങ്ങളെ കർത്താവ് ജീവപര്യന്തം സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ വചനം ഞങ്ങൾക്ക് ധാരാളമായ ജീവനെ തന്നതിനായിട്ട് സ്തോത്രം, ചൈതന്യം നൽകി തന്നതിനായിട്ട് സ്തോത്രം. നാഥ, ഞങ്ങളുടെ ആത്മാവിനെ പുതുക്കി കർത്താവെ, ദൈവത്തിൻ്റെ ആ സന്തോഷം ഒരുതിനും അനുഭവിച്ച് കർത്താവെ അതേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അതേ ഇവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ അവിടെ പ്രസന്റ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. അതിന് അങ്ങ് കൊടുത്ത വലിയ വില എത്രയോ ഭയാനകമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അതിനുവേണ്ടി അങ്ങ് സകലവും ഞങ്ങൾക്ക് വേണ്ടി വിറ്റ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ നല്ല ദൈവത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രദാസന് കൊടുത്ത വചനത്തിനായിട്ട് സ്തോത്രം, അതിന്മേൽ കൊടുത്ത അധികാരത്തിനായിട്ട് സ്തോത്രം. പ്രദാസനും കർത്താവെ തിരിച്ച് ഭവനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വാഹനത്തിലും വഴിയിലും കൂടെ ഇരുന്ന് ഭവനത്തിൽ നേരുവോളം കർത്താവെ അവിടുന്ന് കൈകളിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളും പിരിഞ്ഞു പോകുന്ന കർത്താവെ, ഭവനത്തിൽ ചെല്ലുവോളം കർത്താവെ അടിയങ്ങളെ അവിടുന്ന് പരിപാലിച്ച് കാക്കുമാറാകണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കാലാവസ്ഥ, മഴ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടാതെ കർത്താവ് തക്ക സമയത്ത് ഫലിച്ച് ചെന്നേരുവാൻ തക്കോണം എല്ലാ സാഹചര്യങ്ങളും അടിയങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭാ ഹാളിനായിട്ട് സ്തോത്രം, സിറ്റി അസംബ്ലിക്കായിട്ട് സ്തോത്രപ്രിയ മാർക്കരെയും മറ്റെല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരെ ഒത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ തക്കോണം, കർത്താവ് അടിയങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുവാൻ തക്കോണം, കർത്താവെ ഞങ്ങളെ റിസ്റ്റോർ ചെയ്യുവാൻ, റിഫ്രഷ് ചെയ്യുവാൻ തിരുവചനത്തിൽ കൂടെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇപ്പോൾ അടിയങ്ങൾ പിരിഞ്ഞു പോകട്ടെ നാഥ. കർത്താവ് പിരിയാത്തവരോട് കൂടിയുള്ളതിനായിട്ട് സ്തോത്രം. വീണ്ടും കൂടി വരുമ്പോഴേയും ഞങ്ങൾ അവിടുത്തെ കർത്താവെ ആ കൃപയിൽ ഞങ്ങളെ വസിക്കുവാൻ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ വരുന്ന ഞായറാഴ്ചയും അത് തുടർന്നുള്ള ആഴ്ചകളിൽ നടക്കേണ്ടതായ ഈ മീറ്റിങ്ങിൻ്റെ തുടർച്ചയെ അവിടുത്തെ കരങ്ങളിലേക്ക് ചേർത്ത് പ്രിയദാസനെ എല്ലാ ആത്മനിർവോടും കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടതായ ദൂത് പ്രിയദാസനിൽ കൂടെ
കൂടെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. എല്ലാ മുഖത്തും ഞങ്ങളെ പൊന്നുപാദത്തിടത്തേക്ക് അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന മഹാദൈവവും ഞാൻ രക്ഷിതാവും കർത്താവും ഞങ്ങൾ വീണ്ടും ചേർപ്പാൻ വരുന്നവനുമായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ.